الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. الحالة الثانية രണ്ടാമത്തെ ഹാലി എന്ന് വെച്ചാൽ ഏതൊരു തരീഖത്തും അള്ളാഹുവിലേക്ക് വാസിലാവാൻ ഉദ്ദേശിക്കുന്ന ഏത് തരീഖത്തിൻ്റെയും ഇൽമ്, അമല്, ഇഖ്ലാസ് ഇങ്ങനെ പോകുന്നതിൻ്റെ പട്ടിക. ഇൽമിനെ പറ്റിയുള്ള പറയാനുള്ളിടത്തോളം മനുഷ്യൻ്റെ താക്കത്തിൽപ്പെട്ടതെല്ലാം പറഞ്ഞു. ഇത്ര 400 ചില്ലാന പേജിലൂടെ. ഇനി രണ്ടാമത്തത് അമലാണ്, മൂന്നാമത്തത് ഇഖ്ലാസ്, അത് ലാസ്റ്റ് വരും. അപ്പോൾ ഇൽമിലും പോകണം ഇഖ്ലാസ്, അമലിലും പോകണം ഇഖ്ലാസ്. അതാണ് ലാസ്റ്റാക്കിയത്. എല്ലാത്തിനും കൂടി വേണ്ടുന്ന, അതിന് ഹയാത്ത് കൊടുക്കുന്ന സാധനം ഏത്? ഇഖ്ലാസ്. അപ്പം ഇന്ന് പറയുന്ന തരീഖത്ത് ഇതൊന്നുമല്ല. കുറെ ചൊല്ലിപ്പാടാനുണ്ടാവും. ചൊല്ലിപ്പാടി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ എതിർക്കുന്ന ആളെയും ഇതിനെ അംഗീകരിക്കാത്ത ആളെയും കൂടാത്ത ആളെല്ലാം പിരാകലും സബ്ബും ശത്തുമും കറുപ്പും ഇതൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. അതൊരു തരീഖാണ്. ഇതാ ഇതിലെന്തെല്ലാം ഉണ്ട്? ഒരു മുഖദ്ദിമയും 10 ഫസലുകളും ഉണ്ട്. അതാ ബാദൽ മുഖദ്ദിമത്തെ അശറത്ത് ഫുസൂൽ. ഇന്ന് കിതാബ് കാണുന്നതിനെ കുറച്ച് ആൾ അഡ്ജസ്റ്റ് അല്ലെങ്കിൽ ഇത് നടക്കു വെച്ചോട്ടെ. അൽ അവ്വലു ഫീ വുജൂബിൽ അമലി ബിൽ ഇൽമി. ഇൽമു കൊണ്ട് അമല് വാജിബാണ് എന്നതാണ് ഒന്നാമത്തേത്. വമാ വറദ ഫീ ദാലിക മിനൽ അഖ്ബാരി വൽ ആസാർ. പിന്നെ അതിൻ്റെ തെളിവുകളാകുന്ന അഖ്ബാറും ആസാറും പറയില്ല. 2 അത്തഖ്വ. തഖ്വ എന്നത് മഅനാഹ വ ഫളായിലുഹ. തഖ്വയുടെ മഅന എന്താണ്, അതിൻ്റെ ഫളായിലുകൾ എന്തൊക്കെയാണെന്ന് പറയാം. അത് അമലിൻ്റെ ഭാഗമാണല്ലോ തഖ്വ. മൂന്നാമത്തേത് ഫി അഹമ്മിയത്തിൽ ഇബാദത്തി വ ഫളിലിഹ. നാലാമത്തേത് ഫി സമറാത്തിൽ അഅമാലി സ്വാലിഹാത്ത്. സ്വാലിഹായ അമലിൻ്റെ സമറാത്തുകൾ, അതിൻ്റെ ഫലം. 5 ഫിൽ ഇൽമിൽ ലദുന്നിയി വത്തലഖീ അനില്ലാഹ്. ലദുന്നിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അള്ളാഹിൻ്റെ പക്കന്ന് ഏറ്റുവാങ്ങുന്നത് എങ്ങനെയാണ്? അതിന് ഭാഷത്തില്ലല്ലോ. ഫിൽ ഹസി അലൽ ബിദാരി ബിൽ അമലി സ്വാലിഹി വൽ ഇജ്തിഹാദി ഫീഹി. സ്വാലിഹായ അമല് കിട്ടിയ ചാൻസ് ഉപയോഗിച്ച് ചെയ്തോളണം. നാളെ ആവട്ടെ, മറ്റന്നാളെ ആവട്ടെ, റമദാനാവട്ടെ, അവസാനത്തെ 10 ആവട്ടെ, ഇങ്ങനെ നീട്ടി നിഴലടക്കാൻ പോയ മാതിരിയാവും. ഷാബാൻ ചോദിക്കുക ഏതായാലും റമദാനിലെ വരുന്ന റമദാനാവാം. ആദ്യത്തെ 10 കടന്നാൽ പറയുക അവസാനത്തെ 10 അഫ്ദലി, അങ്ങനെയാക്കാം. അങ്ങനെ നീണ്ടു പോവും. നിഴലടക്കാൻ പോയ അങ്ങനെയല്ലേ? നടക്കുന്തോറും നിഴലി മുന്നോട്ട് പോകുമല്ലോ. പിന്നെ ഏതാ? ഫിൽ മുജാഹദത്തി വരിയാലത്തിൻ നഫ്സി. 8 ഫി തസവ്വുഫി. 9 ഫി അഹബ്ബിൽ അമാലി ഇലല്ലാഹി തആല. 9 ഫി അമലി സലഫി സ്വാലിഹി മിൻ ആലി അബി അലവി വ ആദാതിഹിമുൽ ഹസന. അതെന്തിനാ ഖാസാക്കുന്നത്? മൂപ്പറ കുടുംബവും മൂപ്പറ. അതുകൊണ്ട് മറ്റെല്ലാവരും മോശക്കാർ എന്നല്ല അതിൻ്റെ അർത്ഥം. ഒന്ന് അതിൽ പറഞ്ഞത് തന്നെയാണ് മറ്റുള്ള സാദാത്യങ്ങളും മറ്റുള്ള എല്ലാവർക്കും അതിൽ തന്നെ സംഗതിയുള്ളത്. മുഖദ്ദിമ എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ജഅല തഖ്വാ അസാസൽ ഖൈറാത്ത്. എല്ലാ ഖൈറാത്തിൻ്റെയും അടിത്തറയാണ് അല്ലാഹു തആല തഖ്വനാക്കി വെച്ചിരിക്കുന്നത്. വസുല്ലമ സആദാത്ത്. മുഴുവൻ വിജയങ്ങളുടെയും ഏണി, മേലോട്ട് കയറാനുള്ള ഏണിയാണിത് തഖ്വ. വറഅസദ് ദറജാത്ത്. എല്ലാ ദറജാത്തിൻ്റെയും ഹെഡ് ഓഫീസ് തഖ്വയാണ്. വസഹലഹ അലാ അർബാബിൽ ഇനായാത്ത്. അള്ളാഹുവിൻ്റെ ഇനായത്തുടയവരായ മഹാന്മാർക്ക് ഇത് വളരെ എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ട്. ഓർക്കൊരു പ്രയാസമല്ല അത്.
അല്ലദീന അറാഹുമുൽ ഹുസ്ന ഫിൽ ഹയാത്തി വബഅദൽ മമാത്ത്. ആരാണ് ഈ അർബാബുൽ ഇനായാത്ത് എന്ന് പറഞ്ഞവര്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെന്താക്കി? ഹുസ്നയെ കാണിച്ചു കൊടുത്തു. ലില്ലദീന ഹസനുൽ ഹുസ്ന എന്ന് പറഞ്ഞു. ആ ഹുസ്ന എന്താ? അല്ലാഹു തആല ജീവിതകാലത്തും മരണത്തിന് ശേഷവും അവർക്കെന്താക്കി? കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഫജാഹദു അൻഫുസഹും ഫി ത്വാഅത്തി വൽ ഇബാദാത്ത്. അങ്ങനെ ത്വാഅത്തിലും ഇബാദാത്തിലുമായി അവരുടെ നഫ്സിനോട് അവർ മുജാഹദ ചെയ്തു. അലൈ അർബാബുൽ ഇനായാത്ത്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഫ്ളലസ് സ്വലവാത്ത്. അതറിയാലോ. വഅലാ ആലിഹി വസഹബിഹിൽ അഇമ്മത്തിൽ ഖാദാത്ത്. ഖാദത്ത് എന്ന് പറഞ്ഞാൽ നയിക്കുന്ന, നമ്മളെ മുമ്പിൽ നിന്ന് നയിക്കുന്ന ആളുകളാണ് ആല്, സഹബ്, അയിമത്തുകൾ. വസല്ലമ തസ്ലീമൻ കസീറൻ ഇലാ യൗമിൽ മീഖാത്ത്. ഇനി അൽ ഹാലത്തു സാനിയത്തു, രണ്ടാമത്തെ ഹാലത്ത്. ഒന്നാമത്തെ ഹാലത്ത് പറഞ്ഞു എന്താ? ഇൽമ്. മിൻ തരീഖി സാദത്തിൽ അലവിയ്യ, അലവിയ്യ സാദാത്യങ്ങളെ തരീഖിൽ നിന്ന്. അതെന്തിനാ? എല്ലാവരും തരീഖും അങ്ങനെ തന്നെയാണ്. ബുഖാരി സാദാത്യങ്ങളും അങ്ങനെ തന്നെ. ബുഖാരി എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഏത് ലോകത്തുള്ള ഹക്കായ തരീഖത്തിൻ്റെ എല്ലാത്തിനും ബേസ് ഇതല്ലാത്ത വേറൊന്നില്ല. വസിയറിഹിമുൽ മർളിയ്യ, അതുപോലെ അവരുടെ തൃപ്തികരമായ ജീവിത രീതി, അതിൻ്റെ അൽ അമലു ബിൽ ഉലൂം. അതാണ് അൽ ഹാലത്തു സാനിയ, അൽ അമലു ബിൽ ഉലൂം. ഉലൂം കൊണ്ടുള്ള അമല ദീനിയായ. അതുപോലെ വ തഖ്വല്ലാഹി ഫിസ്സിരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിൻ്റെ തഖ്വയുമാണ്. قال سيدنا الإمام الحبيب عيدروس بن عمر الحبشي رضي الله عنه اقدر الجواكيت برندا الحالة الثانية العمل بالعلم إذا وهي العبادة. العمل بالعلم وتدل عبادة نبيل التي هي ثمرة العلم. علم ثمرة إذ عبادة. ومن أجلها ഇബാദത്തിന് വേണ്ടിയാണ് ഖുലിഖത്തി സമാവാതു വൽ അർളു, ആകാശങ്ങളെയും ഭൂമികളെയും പടക്കപ്പെട്ടത്. എന്താ തെളിവ്? ബിനസ്സ് ഖൗലിഹി തആല, അല്ലാഹു തആലാന്റെ വ്യക്തമായ ഖൗലത, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി. ജിന്നുകളെയും ഇൻസുകളെയും പടച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂനി, എനിക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടി അല്ലാതെ. അപ്പം എന്തായി? ഇബാദത്തിൽ മാത്രം ഹസ്റാക്കിയവരെ പടക്കല്ലേ. വഖഫാ ബിഹാദിഹിൽ ആയത്തി ദലീലൻ, ഈ ആയത്ത് ദലീലായിട്ട് മതിയാക്കാം. എന്തിന്? അലാ ഷറഫിൽ, ഇബാദത്തിൻ്റെ ഷറഫുമിലുള്ള ദലീലായിട്ട് എനിക്ക് കൂടുതലൊന്നും ആയത്ത് ഓതണ്ട, വേണ്ടുന്ന ആൾക്ക് ഒറ്റ ആയത്ത് മതി. വലസൂമിൽ ഇഖ്ബാലി അലൈഹ, ഇബാദത്തിൻ്റെ മേലിലേക്ക് മുന്നിട്ടിറങ്ങൽ ലാസിമാണ് എന്നതിൻ്റെയും തെളിവായിട്ട് ഇനി വേറെ ആയത്തൊന്നും വേണ്ട. വൽ ഇൽമു വൽ ഇബാദ, അപ്പം ഇൽമ് ഇബാദ. കമാ ഖാല ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ജൗഹറാനി, രണ്ട് ജൗഹറാണെന്നവർ. ലി അജ്ലിഹിമാ, ആ രണ്ട് ജൗഹറിന് വേണ്ടിയാണ് കുല്ലു മാ തറാ വ തസ്മഉ, നീ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാം. ഖുർആനായാലും തൗറാത്തായാലും ഇൻജീലായാലും സബൂറായാലും ഇഹ്യാഉൽമുദ്ദീനായാലും മിൻഹാജായാലും നോക്കുന്ന എന്തെല്ലുണ്ട്? മിൻ തസ്നീഫിൽ മുസന്നിഫീൻ, മുസന്നിഫീങ്ങളെ തസ്നീഫ് എന്തെല്ലുണ്ട്? അതെല്ലാം അതാ ചർച്ച. അതുപോലെ വ തഅലീമിൽ മുഅല്ലിമീൻ, പഠിപ്പിക്കുന്നവരുടെ തഅലീമിനാലും, വ ബഅദിൽ വാഇലീൻ, വാഇലീങ്ങളെ വാദിനാലും. പക്ഷെ ഇപ്പം ബാത്റൂം എടുക്കാനാണ് വയന്നു പറയുന്നത്, പിരിവിന് വേണ്ടിയിട്ട് അടുത്തേക്കായി മാറിയും. വ നദറിൻ നാദിരീൻ, അതുപോലെ ചിന്തിക്കുന്നവരുടെ ചിന്തകന്മാരുടെ ചിന്തയും നദർ, നോട്ടമൊന്നല്ല. അതെല്ലാത്തിനും ലക്ഷ്യം എന്താണ്? ഇൽമ് ഇബാദത്ത്. ബല്ലി അജ്ലിഹിമ എന്ന് മാത്രമല്ല, ആ രണ്ട് ജൗഹറിന് വേണ്ടിയാണ് ഉൻസിലത്തിൽ കുതുബു വ ഉർസിലത്തിൽ റുസുൽ അലൈഹിമുസ്സലാത്തു വസ്സലാം, അള്ളാഹുവിൻ്റെ മുഴുവൻ കിതാബുകൾ ഇറക്കപ്പെട്ടതും അംബിയാ മുർസലീങ്ങൾ അയക്കപ്പെട്ടതെല്ലാം ഈ രണ്ടിനും വേണ്ടിയിട്ട്. ഫഇദാ അലിംത വ ഖബിറത സിയറഹും, മേൽ പറയപ്പെട്ട മഹാന്മാരുടെ സീറയും അവരുടെ ചരിത്രങ്ങളൊക്കെ നീ അറിഞ്ഞാൽ, തഹഖഖത അന്നഹും അഖദൂ മിൻ ദാലിക ബിഅഖ്വാ സബബിൻ, നിനക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാം എന്ത്? മുൻകഴിഞ്ഞ മഹാന്മാര് ഈ ഇൽമിനാലും അമലിനാലും
ഏറ്റവും വലിയ അളവ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇന്നലെ കണ്ടല്ലോ 7000 ഖത്ത് ഓതിയതും ജീവിതകാലം മുഴുവനും ഇശാക്കെടുത്ത ഒന്നോടുകൂടി സമീകരിച്ചതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞു പോയി. ഉന്നതമായ റുത്ബന്റെ വിഷയത്തിൽ 1-ാം സ്ഥാനം അവർ കരസ്ഥമാക്കി. അതാ ഒന്നാമത്തെ കസബ് സബക്കുന്ന ഫസ്റ്റ് പ്രൈസ്. വസാറു അവരായി അൽക്കമാക്കാല സുഹ്റവർത്തി ഇമാമ് പറഞ്ഞ വാക്കാ പറയുന്നു. എന്തായി? കർറു അമലിഹിം അലൽ ഇൽമി വ ഇൽമിഹിം അലൽ അമൽ. കേട്ടോ, അമലിന്റെ കർറ് എന്ന് വെച്ചാൽ അടുത്തത് ഇൽമിന്റെ മേലെ, ഇൽമ് കഴിഞ്ഞാൽ അമല്, ഇൽമ് അമല്, ഇൽമ് അമല്, അങ്ങനെ ഓരോന്നോരോന്ന് മാറി 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 വരുന്നു. ഫതനാവബൽ ഇൽമു വൽ അമലു ഫീഹി. അപ്പം ഇൽമും അമലും അവരെന്താക്കി മാറി 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 വരുന്നു. ഹത്താ സഫത് അഅമാലുഹും വലതുഫത്. അതുകൊണ്ട് അവരുടെ അമാലുകളെല്ലാം തെളിഞ്ഞ്, അതിലൊന്നില്ല അരിയ ഇല്ല, റുജബില്ല, അമല് നാം ബന്ധ് ചെയ്തു എന്നുള്ള കാണലില്ല, എല്ലാം ശുദ്ധമായ അമലായി മാറി. ലത്തുഫത്ത് എന്ന് പറഞ്ഞാൽ എന്തായി? അത് ലഘുവായി. ലഘു എന്ന് പറഞ്ഞാൽ അത് വേറെ കലർപ്പില്ലാണ്ട് ശുദ്ധമായിട്ട് തെളിഞ്ഞു വെച്ചില്ലേ, ലത്തീഫായി. ഫസാറത്ത് മുസാമറാത്തിൻ ശരിയ വ മുഹാവറാത്തിൻ റൂഹിയ്യ. അപ്പം എന്തായിന്നറിയോ? അള്ളാഹുമായുള്ള അഭിമുഖ സംഭാഷണമായി മാറുകയാണ് ചെയ്തത്. ഇവർ അള്ളാഹിനോട് പലതും പറയും, അള്ളാഹിനെ വെക്കുന്ന പലതും ഇങ്ങോട്ടും കിട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും. മുസാമറാത്ത് എന്ന് പറഞ്ഞാൽ രാത്രി രാത്രി ഉറക്കം കിട്ടാനുള്ള സ്വറ പറയുന്നില്ലേ, ഇവരെ മുസാമറാത്ത് അതാ അള്ളാഹുവിനോട്. അപ്പൊ ഫതശക്കലത്തിൽ അഅമാലു ബിൽ ഉലൂം. അഅമാലുകൾ എന്താക്കി? രൂപം കൊണ്ട് ഉലൂം കൊണ്ട്. ഇനി ഉലൂം അഅമാലുകളുമായി. ഒരു വിത്ത് നട്ടു നോക്ക്. ഈ വിത്ത് എന്നുള്ള സാധനം മുളക്കാവുന്ന മരം തന്നെയാണ്. വിത്തെന്തായി? മരമായി മാറി. മരത്തിൽ നിന്ന് വീണ്ടും വിത്തുണ്ടായി, വീണ്ടും മരമായി. ഇതാ തനാവബ. അതായത് വരാൻ പോകുന്ന സാധനത്തിന്റെ കൊമ്പും ചില്ലയും എല്ലാം ഈ വിത്തിന്റെ അകത്തുണ്ടല്ലോ. എന്താ? അപ്പൊ അള്ളാഹുവിന്റെ വക്കൽ നിന്ന് കിട്ടാനുള്ളതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് അവരെ തയ്യാറാക്കി വരുന്നതിലേക്ക് ഇതിന്റെ പവർ അത്രത്തോളം ഉണ്ടെന്ന. അതുകൊണ്ട് ഈ രണ്ടാമത്തെ ഹാലത്ത് പറഞ്ഞില്ലേ, ഇത് ഇബാദത്ത്, അതിലേക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. വദിക്രിൽ ഫളായിലിൽ മർവിയ്യ, അതിൻ്റെ വാരിദായ ഫളായിലുകൾ പറയുന്നു. എന്തിന്? ഫീ ഫളിൽ ഇബാദത്തി വ തഖ്വല്ലാഹി റബ്ബിൽ ബരിയ. എന്തിനാൽ മിനൽ ആയാത്തിൽ ഖുർആനിയ്യത്തി വൽ അഹാദീസിൻ നബവിയ്യ. ഖുർആനും പറയും, ഹദീസും പറയും. ഇതുപോലത്തെ ഒരു കിതാബിന് ഇപ്പം ഇറങ്ങിയതായി തോന്നുന്നില്ല. അൽ ഫസ്ലുൽ അവ്വൽ, 10 ഫസ്ലുണ്ട്. ഫീ വുജൂബിൽ അമലി ബിൽ ഇൽമി, ഇൽമു കൊണ്ട് അമൽ വാജിബാണ് എന്നാ പറയുന്നു. വമാ വറദ ഫീ ദാലിക മിനൽ അഖ്ബാരി വൽ ആസാർ, ആ വിഷയത്തിൽ ഹദീസുകളാലും ആസാറുകളാലും നമുക്ക് വന്നിട്ടുള്ളത് കാര്യം പറയും. 1 ഇഖ്തിലാഉൽ ഇൽമി അൽ അമലാൻ, ഇൽമ് അമലിനെ തേടുന്നു എന്നാ പറഞ്ഞു. ഇൽമുണ്ടോ അതെന്താക്കും? ഒരു അമലിനെ തേടും. عن معاذ بن جبل رضي الله عنه قال اعلموا ما شئتم أن تعلموا. നിങ്ങൾ അറിയാൻ ഉദ്ദേശിച്ചതെല്ലാം അറിഞ്ഞോ അല്ലേ? ഫലൻ യഉജുറകുമുല്ലാഹു ബിൽ ഇൽമി, ഇൽമിന് പകരമായി അല്ലാഹു തആല കൂലി തരൂല. ഹത്താ തഅമലു, അമലില്ലാത്ത കാലത്തോളം കൂലി കിട്ടൂല. ഇത്രയും പഠിച്ച് കോട്ടെല്ലാം വാങ്ങി വെച്ചോ. കോട്ടുന്നലാക്കോട്ട്, മഞ്ഞക്കോട്ട്, പച്ചക്കോട്ട്, ഒരു കൊല്ലം 12 കോട്ട് കിട്ടുന്ന പരീക്ഷ ലിപ്പുണ്ട്. ഓരോ മാസത്തിനൊരു പേപ്പറിന് ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ കോട്ടുന്നലാക്കോട്ടാണ്. പച്ചക്കോട്ടിട്, മഞ്ഞക്കോട്ടിട്, വിരാടിക്കല്ല മാമെല്ലാം എല്ലാം മാറിയാണ് ഞാൻ. പക്ഷേ ലാസ്റ്റ് കൊടുത്ത് കിട്ടുന്ന കോട്ട് കുറച്ച് വലുതായിരിക്കണം, അല്ലെങ്കിൽ പുതുമൂലല്ല. അതാ അഖ്റജഹു ദാരിമി. ഇനി ഖാല സയ്യിദുൽ ഇമാം അബ്ദുല്ലാഹി ഇബ്നു അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്തായി? മഅനൽ അമലി ബിൽ ഇൽമി, ഇൽമു കൊണ്ട് അമൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എന്താ ഇവിടെ ചെയ്യേണ്ടത്? വേറെ കച്ചവടത്തിനും കൃഷിക്കൊന്നും പോണ്ടേ, ഉറങ്ങൊന്നും പോണ്ടേ? എന്തായി അമൽ ചെയ്യുന്ന പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന അമൽ ഇൽമിന് ഒത്തിട്ടാണോ? പഠിച്ചതെന്താ വേറെ,
പ്രവർത്തന ജാഹിലി. അപ്പൊ ഇൽമു അമൂലായിട്ട് എന്താ അകന്നുപോയി, രണ്ടും രണ്ടായി. ഇതിലാണ്ട് എല്ലാ അമലും മലായിക്കത്തിന്റെ മാതിരി ചെയ്യാൻ മനുഷ്യർക്ക് കഴിയൂല. ചെയ്യുന്ന ഒരമല നീ ഒരു ബിസ്മിയ ഓതുന്ന അതിന്റെ ഇൽമനുസരിച്ച് ആയിക്കോളാം. ഒരു റക്കാത്ത നിൽക്കിരിക്കുന്ന മതി, ആ റക്കാത്ത് എന്താക്കണം, ഇൽമിനോടൊത്തിരിക്കണം. ഒരു സലാമ പറയുന്നത് അത് ഇൽമിനോടൊത്തിരിക്കണം. അതാ ഹുവ അൻ യഅമല ബിമാ യഖ്ദിറു അലൈഹി മിൻഹു എന്നാ പറഞ്ഞത്. അമൽ ചെയ്യുക എന്തുകൊണ്ട്, ബിമാ യഖ്ദിറു അലൈഹി, അമലിൽ നിന്ന് നിനക്കെന്താണോ ആവതാകുന്നത് അത് ചെയ്യുക. ആ വ്യാഖ്യാനം വരാത്ത കാലത്തോളം നമ്മളിവിടെ ആശങ്കയിലാണ്. എന്നിട്ടോ വയതഅല്ലമ മിൻഹു മാ യഖ്ദിറു അലൈഹി, പഠിക്കാനാവതാകുന്ന കാര്യങ്ങളെ പഠിക്കുകയും ചെയ്യും. വയുഅല്ലിമ മിൻഹു മാ അംകനഹു, എന്നിട്ടോ അവന് കഴിയുന്ന അവൻ്റെ കഴിവിൻ്റെ പരിധിയിൽ പെട്ടെന്ന് പഠിപ്പിക്കുകയും ചെയ്യാം. കഴിവിന് അതീതമായതോട് ആരോടും പറയുന്നില്ല. വഅലാ ഹാദ, അങ്ങനെ പോകട്ടെ. അപ്പോ വഅമ്മാ മാരിഫത്തു കുല്ലിൽ ഇൽമി, എല്ലാ ഇൽമും പഠിക്കുക, അതായിരിക്കാൻ സാധിക്കില്ല. അങ്ങനെ ആയിരിക്കാൻ കഴിയുക ഏത് കാലത്താ തീരല്? അല്ല, ഒരു കോട്ടങ്ങ് വാങ്ങിയാൽ എല്ലാം പഠിപ്പും തീർന്നില്ലേ, എല്ലാം സമാപിച്ചല്ലോ, അതിലപ്പുറം ഒന്നുമില്ല. അപ്പം അമ്മാ മാരിഫത്തു കുല്ലിൽ ഇൽമി, എല്ലാ ഇൽമും പഠിക്കലും, വൽ അമലു ബികുല്ലിൽ ഇൽമി, എന്നിട്ടോ എല്ലാ ഇൽമു കൊണ്ട് അമൽ ചെയ്യലും, വമൻ യഖ്ദിറു അലൈഹി, ആർക്കാണ് അവിടെ കഴിയുക. വലാകിൻ, എങ്കിലും മഅദാലിക, ഇങ്ങനെയാണെങ്കിലും യഅ്തഖിദു, അവൻ ഏതക്കാത് ചെയ്യണം. കാരണം ഈ പഠിച്ച ഇൽമൊന്നും ആയിട്ടില്ല, ഇതിനപ്പുറം വലിയ ഏഴാം ബഹൽ കടലപ്പുറം ഉണ്ട്, അമൽ എവിടെ എത്തിയിട്ടില്ല, ഇതെൻ്റെ ഒരു തുള്ളി മാത്രമാണ് എന്ന് ഏതക്കാത് ചെയ്തോളാം. അതോടുകൂടി എല്ലാം ആയിന്ന് വെക്കാൻ പറ്റില്ല. അന്നഹു മാ ബലഗ തമാമൽ ഇൽമി, ഇൽമിൻ്റെ തമാമ്, അതിൻ്റെ പൂർണ്ണത എത്തിച്ചിട്ടില്ല. ലാ ഫിൽ അമലി വലാ ഫിൽ മഅരിഫ വലാ ഫിൽ തഅലീം. മുമ്പ് മൂന്നല്ല പറഞ്ഞത്, ഒന്ന് ഇൽമ്, മറ്റൊന്ന് അമല്, മറ്റൊന്ന് തഅലീം. ഈ മൂന്ന് വിഷയത്തിലും പൂർണ്ണത എത്തിയിട്ടില്ല. അതിൻ്റെ ചെറിയൊരു ഭാഗമേ ഇവിടെ നടന്നിട്ടുള്ളൂ എന്ന് തീരുമാനിച്ചുള്ള മിൻ തസ്ബീത്തിൽ ഫുആദ്. ഇപ്പം സംഗതി മനസ്സിലായില്ല. വഅൻ സുഫിയാനി സൗരി റഹ്മഹുല്ലാഹ് പറയുന്നു, യഹ്തിഫുൽ ഇൽമു ബിൽ അമൽ, ഇൽമ് അമലിനെ കൊണ്ട് വിളിച്ചു പറയുന്നു. നേരത്തെ പറഞ്ഞില്ലേ ഇഖ്തിലാദ് തേടുന്നു. ഫഇൻ അജാബഹു, ആ ഇൽമിൻ്റെ വിളിച്ചു പറയുന്ന ഉത്തരം ചെയ്തോ എന്നാൽ നന്നായി. വഇല്ല, ഉത്തരം ചെയ്തിട്ടില്ലെങ്കിൽ ഇർതഹല, പിന്നെ വിളി അവസാനിക്കും, യാത്ര പോകും, ഇൽമും പോകും. ഇൽമു പോകും. ആ യർത്തഹിലും അത് അഞ്ഞിട്ടെന്താ നിങ്ങൾ കോട്ട് മാഞ്ഞോ ഇന്നായിരുന്നു സർട്ടിഫിക്കറ്റിലെല്ലാം മായോ? അതില്ല. യർത്തഹിലും മഅനാഹു വ ഹഖീഖത്തുഹു, ഇൽമിൻ്റെ ഹഖീഖത്തും അതിൻ്റെ മഅനയുമാണ് യാത്ര പോയത്. വയബ്ക റസ്മുഹു വ സൂറത്തുഹു, അതിൻ്റെ കടലാസും അതിൻ്റെ എഴുത്തും സൂറത്തിൻ്റെ കൊടുത്ത ബാക്കിയുണ്ട്. അപ്പം ഉള്ളിൽ ഹയാത്തില്ലാത്ത പ്രതിമ ബാക്കിയായിട്ടിപ്പോൾ ഇൽമുണ്ട്. എന്നിട്ടോ തഖൂമു ബിഹിൽ ഹുജ്ജത്തു അലാ സാഹിബിഹി, ആ ഇൽമുടയ സാഹിബിൻ്റെ എതിരായിട്ട് അള്ളാഹിൻ്റെ അടുക്കൽ ഹുജ്ജത്തും ഉണ്ടാവും. എനിക്ക് ഇൽമു വന്നിട്ടില്ലേ എന്ന് ചോദിച്ചു അള്ളാഹ്ക്ക് ചോദ്യം ചെയ്യാനായില്ല. വഖാല ഇമാം അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ലൗ ഖറഅതൽ ഇൽമ 100 സന, 100 കൊല്ലം നീ ഇൽമോദി, വജമഅത അൽഫ കിതാബിൻ, 1000 കിതാബ് ഒരുമിച്ച് കൂട്ടി, എന്നാലും ലാ തകൂനു മുസ്തഇദ്ദൻ ലിറഹ്മത്തില്ലാഹി തആല, അല്ലാഹുവിൻ്റെ റഹ്മത്തിന് ഇവിടെ അവകാശിയാവലുണ്ടല്ലോ, ഒരുങ്ങി തയ്യാറെടുപ്പുള്ളവൻ, ഇല്ലാ ബിൽ അമൽ കൊണ്ടല്ലാതെ ഉണ്ടാവില്ല. കമാ ഖാല അല്ലാഹു തആല വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഇല്ലാ മാ തഅല്ലമ എന്നല്ല പറഞ്ഞത്, ഇല്ലാ മാ സഅ. മനുഷ്യനിക്കുണ്ടോ അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലമല്ലാതെ. 2 ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ, അവിടെ അമലാന്ന് എടുത്തു പറഞ്ഞത്. അത് അമലെന്താക്കണം, സാലിഹായിരിക്കണം. രണ്ടാമത്തതോ വലാ യുശ്രിക് ബി ഇബാദത്തി റബ്ബിഹി അഹദാ, റബ്ബിൻ്റെ ഇബാദത്തിനോടൊപ്പം ആരെയും കൂറുകൂട്ടാനും പാടില്ല. അപ്പോൾ ഇഖ്ലാസും പോണമെന്നായിരുന്നു. ഇനി മറ്റൊന്ന് ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ എന്നാ പറഞ്ഞു.
ഒരു പഠിച്ചതിന് പ്രതിഫലം എന്നല്ല ഈ അമല്. ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ. പിന്നെ ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. ആമനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമിലുസ് സാലിഹാത്ത് കണ്ട, അമാലുസ് സാലിഹാത്ത്. സുമ്മ ഖാല, പിന്നീട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, വദലീലുൽ അഅമാലി, അഅമാലുകൾക്ക് വേണ്ടുന്ന ദലീലുണ്ടല്ലോ, ആയാത്തുകളും ഹദീസുകളും, അക്സറു മിൻ അൻ തുഹ്സാ, അത് കൃത്യപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ അതിനതീതമായിരിക്കുകയാണ്. വഇൻ കാനൽ അബ്ദു യബ്ലുഗുൽ ജന്നത ബിഫദ്ലില്ലാഹി തആല വകറമിഹി, സ്വർഗ്ഗം കിട്ടുന്നത് അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ടും കറമ കൊണ്ടും മാത്രമാണ്. അതാ ഇവന്റെ പണി കൊണ്ടല്ല, അള്ളാഹിന്റെ ഫദ്ല് കറമ, അതുകൊണ്ട് ആ സ്വർഗം കിട്ടില്ല. വലാകിൻ, പക്ഷെ എന്താ ചോദിക്കും, എന്നാൽ പിന്നെ അള്ളാഹിന്റെ കറമ ഇവിടെ പണി എന്തിനാന്ന്? ആ കറമ ഇവനേക്ക് ചൊരിയപ്പെടണമെങ്കിൽ ഇവിടെ തയ്യാറെടുപ്പ് വേണ്ടേ, ഒരു അനുസരിക്കുന്ന ആളാകണ്ടേ. അതാ വലാകിൻ ബഅദ അൻ യസ്തഇദ്ദ ബിതാഅതിഹി വഇബാദതിഹി, താഅത്ത് കൊണ്ടും ഇബാദത്ത് കൊണ്ടും അതിനെന്താക്കണം, ഒരു ഒരുക്കം ചെയ്തിട്ട് തയ്യാറാക്കി വെക്കണം. അപ്പോഴേ അള്ളാഹിന്റെ ഫദ്ലും കർമ്മം വരും നടക്കുന്നത്. അപ്പോൾ രോഗം മാറുന്നതുകൊണ്ടാണ് മരുന്നുണ്ടല്ലേ, ഡോക്ടറെ കൊണ്ടല്ല. അത് ശരി, അന്ന് പിന്നെ മരുന്ന് കുടിക്കുന്നു. മരുന്ന് കുടിക്കാൻ അള്ളാഹുണ്ട്. അള്ളാഹു കൽപ്പിച്ച അസ്ബാബുകളെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് എന്താണ്, അള്ളാഹിനോട് കാട്ടുന്ന ശുക്റാണ്, ആലമുൽ ഹിക്കമത്തിന് ഉപയോഗപ്പെടുത്തല്. പക്ഷേ മരുന്നല്ല രോഗം മാറ്റുന്നു. അള്ളാഹുവിൻ്റെ ആ രോഗം മാറ്റല്ലെന്ന് ഷിഫ ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ ചെയ്താലേ ഉണ്ടാകുന്ന ഒരു സബബ് വെച്ചതാണ്. ലിഅന്ന റഹ്മത്തല്ലാഹി ഖരീബൻ മിനൽ മുഹ്സിനീൻ എന്നുണ്ടല്ലോ ഖുർആനിൽ. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് മുഹ്സിനീങ്ങളോടാണ് അടുത്തിരിക്കുന്നത്. അങ്ങനെ ഇലാ ആഖിരി മാ ഖാല ഫീ റിസാലത്തി, ഗസാലി ഇമാമിൻ്റെ റിസാലയിൽ പറഞ്ഞ അവസാനം വരെ നോക്കിക്കോ. ആരാം റിസാലത്ത്? ലിബഅലി തലാമിദത്തിഹി, മൂപ്പര ശിഷ്യന്മാരിൽപ്പെട്ട ചിലർക്ക് അയച്ചു കൊടുത്ത റിസാലയാണ്, അത് അല്ല. ومن كلام سيدنا الإمام أحمد بن حسن العطاس رضي الله عنه العلم في ذاته, ഇൽമ് അതിൻ്റെ ദാത്തിലേക്ക് നോക്കിയാൽ സനാഅത്തുൻ, അതൊരു തൊഴിലാണ്. ആർക്കും പഠിക്കാം, മുസ്ലിമിനും പഠിക്കാം, കാഫിറിനും പഠിക്കാം. അറബി കോളേജിൽ പോയാൽ അവനിക്കും ബെല്ലാവിൽ ഓതാൻ കഴിയില്ലേ? കഴിയില്ല. മുല്ലാസിനോദ, ബൈലാവി ഓത, എല്ലാ തഫ്സീർ, എല്ലാ പന്നുകളും ഓതാൻ കഴിയും. അതൊരു തൊഴിലാണ്. നല്ലവനും ഗുണം കെട്ടവനും എല്ലാം അതറിയും. വൽ മുഅ്മിനു വൽ കാഫിറു. പക്ഷെ അവിടെ മാറ്റം, വഇന്നമാ സമറതുഹു വൽ മഖ്സൂദു മിൻഹു അൽ അമൽ. ഇൽമിൻ്റെ സമറത്തും അതിൻ്റെ മഖ്സൂദും എന്താണ്? അമലാണ്. അത് ബാത്തിനും ഫാത്തിനും എല്ലാവർക്കും ഒരുപോലെ കിട്ടൂല, അതിന് വേറൊരു തോപ്പിക്ക് വേണം. വഹുവ, ഈ അമലിൽ എന്താ ഉണ്ടാല്? അഖ്ലാഖുണ്ട്, ആദാബുണ്ട്, നിയ്യാത്തുൽ സാലിഹാത്തുണ്ട്. ഇതെല്ലാം കൊണ്ട് അടങ്ങിയതാണ് അമല്. മുമ്പ് പറഞ്ഞില്ലേ എന്താണ്? ലിമയും കൈഫയും. ലിമ വെക്കണം, കൈഫ് വെക്കണം. കൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എപ്രകാരം ചെയ്തു എന്ന ഫിഖ്ഹിയായ കൈഫിയത്താണ്. അതെല്ലാം വിട്ടു. അതാ വഹുവ, അത് മാ അലൈഹി സലഫുസ് സാലിഹ്, സലഫുസ് സാലിഹീങ്ങൾ ജീവിച്ച പാത. ഇമാം ഷാഫിഈ, അതുപോലെ മൈമത്തുൽ അർബഅ, ഗൗസുൽ അഅ്ലം, അജ്മീർ ഖാജ, അങ്ങനെ തുടർന്നു പോകുന്ന സലഫുസ് സാലിഹ്. മിമ്മാ ഹുവ മദ്കൂറുൻ ഫീ കുതുബിഹിം, അവരുടെ കിതാബിൽ അത് പറയപ്പെട്ടിട്ടുണ്ട്. ഹയ്യിലുണ്ട്. ഇതിൽ തന്നെ ഇപ്പം എത്ര പഠിച്ചു, എന്തെല്ലാം പഠിച്ചു. ബിദായത്തുൽ ഹിദായ, കിതാബിൻ്റെ ഒരു പേരാണ് ബിദായത്തുൽ ഹിദായ. ഗസാലി ഇമാമിൻ്റെ കിതാബ് പറഞ്ഞില്ലേ, ബിദായത്തുൽ ഹിദായ. പിള്ളേർക്ക് വന്ന കിതാബ് എന്നാ പറയാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേക തിരുനോട്ടം അഭിഷേകത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ മഹാന്മാരത് ഭാഷയോട് ഓതിയെന്ന് കിട്ടണം. മൂന്നാൾ ഒരുമിച്ച് ഓടിയിട്ട് മദീനയിൽ ഇഅ്തികാഫ് ഇരുന്നിട്ട് അതിൽപ്പെട്ട ഒരാളാണെന്ന് കോഴിക്കോട്ട് കിടക്കുന്ന മുഹമ്മദ് ജിഫ്രി, കുറ്റിച്ചിറയിൽ നമ്മൾ സിയാറത്തിന് പോകുന്നില്ലേ, അതിൽപ്പെട്ട ഒരാളാണ്. അങ്ങനെ മൂന്നാൾ ഇരുന്നിട്ട് ബിദായത്തുൽ ഹിദായ വായിക്കാനും നോക്കാനും തീരുമാനിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിദ്വാൻ കിട്ടി, അവർക്ക് വാസിലായി. നമ്മൾ ഈ കിതാബിൽ തന്നെ ഓതിയിട്ടുണ്ട്.
വൽ ഇഹ്യാലിൽ ഗസാലി ഇമാമിൻ്റെ ഇഹ്യയോ അതിപ്പോൾ ഇന്നത്തെ ആളുകൾക്ക് ലൈഫായിട്ട് ഇഹ്യൻ്റെ മാത്തമ്മൻ്റെ അടി കൊടുത്തിന് ഖുറാഫാത്തുകൾ ഒഴിവാക്കിയെങ്കിൽ എന്നൊരു അടിക്കുറിപ്പ് വരാൻ. നമ്മൾ ഖുറാഫാത്തുണ്ട് പോലെയില്ല. അതോടെ വൽ അദ്കാർ നബവി റളിയല്ലാഹുവിൻ്റെ അദ്കാർ വാഷ്ബാഹിഹ അങ്ങനെ തുടങ്ങി ഒരുപാട് കിതാബുകളുണ്ട്. അവാരിഫുണ്ട്, റിസാലത്തുൽ ഖുശൈരി ഉണ്ട്, പല കിതാബുകളുണ്ട്. വഖാല റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആര്? അഹ്മദ് ബിൻ ഹസൻ അൽ അത്താസ്, ലാ യസ്തഖീമു ഇൽമുൽ ഇൻസാനി വലാ യുൻതഫഉ ബിഹി ഇല്ലാ ബിൽ അമൽ. ഒരു മനുഷ്യൻ്റെ ഇൽമ് മുസ്തഖീമായി വരൂല, അതുപോലെ ആ ഇൽമ കൊണ്ടുള്ള നഫ്ഉം ഉണ്ടാകൂല ഇല്ലാ ബിൽ അമൽ കൊണ്ടല്ലാതെ. ഇനി പറയാം, വ അഹ്ലു ഹാദൽ സമാൻ, ഈ കാലഘട്ടത്തിലുള്ള ആളുകൾ തറക്കുൽ അമല, അമല് പാടെ ഉപേക്ഷിച്ചിരിക്കുന്നു. ജമാഅത്തിൻ്റെ ഫളായിലും ജമാഅത്തിൽ നിൽക്കണ്ടെങ്കിൽ ഞാൻ എങ്ങനെ സഫ് നിൽക്കേണ്ടത്, ഏതിനാണ് ഫളായിൽ, ഇമാമിൻ്റെ ബലഭാഗം അടഭാഗം എല്ലാം അവിടെ പഠിച്ച് പള്ളിയിൽ കയറി കേട്ടെ ആദ്യം തെക്ക് ഭാഗത്തുണ്ടാവും, കുറച്ചുകൂടെ അവിടെ കൂനം കൂടി തിന്നിട്ടു. ഇമാമിൻ്റെ ബലഭാഗത്ത് ആരും ഉണ്ടാവില്ല. അതിന് കാരണം എന്താ പറയുക, ഇമാമ് സലാം വിട്ടപ്പോൾ നമ്മളെ കണ്ടു കളിഞ്ഞു. അപ്പം ഇത്ര നേരം പിന്നെ കണ്ടെങ്ങനെയാ അതൊരു ഇതിനാ. തെക്ക് ഭാഗത്ത് അങ്ങ് ഇടഭാഗത്താണ് കുറേ ആൾ കൊമ്പരം കൂട്ടിയിട്ടുണ്ടാവില്ലേ, സഫാ തങ്ങളിൽ ഇങ്ങനെ ഉണ്ടാവും. ഒന്നാം സഫിൽ ആളെ കണ്ടുകെട്ടിയാൽ 5-10 ആളെ അടുപ്പിച്ച് നിർത്തിയാൽ 5-10 കയറേണ്ട സൗകര്യം അതിനടുത്തുണ്ട്. അപ്പോൾ ഇൽമ ഇവിടെ അമ്മയുടെ ജമാഅത്ത് അടക്കം പുറത്തുനിന്ന് ഫോൺ വിളിച്ച് വർത്താനം പറയുന്നുണ്ടാവും. നമ്മൊരു കോളേജിൽ കയറിയില്ലേ, മുത്തരിക്കാൻ നമുക്ക് കിട്ടി നോക്കുമ്പോഴൊക്കെ കാട് ജമാഅത്ത് 2 റക്അത്ത് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വർത്താനം പറയുന്നുണ്ട്. ഇവിടെ എന്തുണ്ടായി? അതാ തറക്കുൽ അമല വറാഹു ഖഫൽ ഇൽമി. എന്താ ഖഫൽ ഇൽമി എന്ന് പറഞ്ഞാൽ റാഹ ഖഫാഹു എന്ന് പറഞ്ഞാൽ ഇദത്തബഅഹു എന്നതിൻ്റെ പിന്നാലെ പോയി. ഖഫ എന്ന് പറഞ്ഞാൽ പിന്നാലെ അല്ലേ. അപ്പോൾ ഇൽമെന്നെല്ലാം ഉണ്ട്, ആ ഫന്നുണ്ട്, ഈ ഫന്നുണ്ട്, അക്കിതാബുണ്ട്, ഇക്കിതാബുണ്ട്, പലതുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം കൊട്ടുമകലും എല്ലാം ഭയങ്കരം തന്നെ. ജമാഅത്തോ തക്ബീറത്തുൽ ഇഹ്റാമോ ഒന്നാം സഫോ ഇമാമിൻ്റെ ബലഭാഗോ ഒന്നിച്ചുള്ള ആമീനോ എന്തെങ്കിലും ഉണ്ടോ? വൽ ഇൽമുൽ മുജറദു അനിൻ നൂർ, നൂറില്ലാത്ത മുജറദായ ഇൽമ്, വ അനിൽ ഫിഇലി, അതുപോലെ ഫിഇലും ഇല്ലാത്ത ഇൽമ്, കമസലി കിതാബിൻ ഫീ റഫിൻ എന്നാണ്. ഒരു തോൽപാത്രത്തിൽ കിതാബ് ഇടുന്നു, അതല്ല കിതാബൻ ഫീഹി മാ ഫീഹി. കാല സയ്യിദുൽ ഹബീബ്. അപ്പം കൊട്ടക്ക് ഇപ്പൊ ഒന്നും വലിച്ചിട്ടില്ലല്ലോ. ഈ പെട്ടിക്ക് എത്ര കിതാബുണ്ട്? ഇത് മൈലാറാ. എന്താണ് വ്യത്യാസമുള്ളത്? ആ കിതാബ് അങ്ങനെ തന്നെ അത് വിങ്ങിച്ചടക്കുന്നുണ്ടല്ലോ. അതിൻ്റെ വയറിനൊട്ടും കിതാബാണ് ഉള്ളത്. ഞാൻ സലാം. ആദം അലൈഹിസ്സലാമിൻ്റെ പടച്ച മുതൽ മുഴുവൻ ശരീഅത്തിലും അല്ലാഹ് തുടങ്ങിയതാണ്. ഖസായിസിൽ പറഞ്ഞ എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത ഖുസൂസിയതനവും പറയുന്നു. ആമീൻ എന്ന കലിമത്ത് കൊടുത്തിട്ടുണ്ട്, സലാം കൊടുത്തിട്ടുണ്ട്, ആമന റസൂലിൻ്റെ അവസാനത്തെ ആയാത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമിന് ഷെയറുണ്ടാ? ഹോജാക്കന്മാർ പോലെ വലിയ ആളുകൾ നമുക്ക് തലീകെട്ടെല്ലാം കിട്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഓതോക്കിയിരുന്നു. ലാസ്റ്റ് പറയേണ്ടി വന്ന്, സലാമ് നിങ്ങൾ തരുന്നോ അല്ല ഞാൻ പിടിച്ചേറ്റണോ? അല്ല ഞാൻ ചെല്ല്, ഞാൻ തന്നെ എനിക്ക് തന്നെ പഠിക്കാൻ മതി. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ. എന്നിട്ടും തിരിട്ടില്ല. قال سيدنا الحبيب عبد الله بن حسين بن طاهر رضي الله عنه പറയുന്നു, فالعلم بالأعمال يرسك وبالأحوال وليس بالأقوال وكثرة الجدال العلم خشية كله يعرف ذاك أهله. അതാ ഇൽമ എന്നുള്ളത് അഅമാൽ കൊണ്ടാണ്. അത് യസ്കു, അതെന്താക്കും? ശുദ്ധമായി വരും, വളരും. ഇത് ഫൽ ഇൽമു ബിൽ അഅമാലി യസ്കൂൻ. അപ്പോൾ ഫൽ ഇൽമുവിൻ്റെ ഖബറാണ് യസ്കു. അതുപോലെ ബിൽ അഹ്വാല് കൊണ്ടും എന്തായിത്തീരും? വർദ്ധിക്കും. വലൈസ ബിൽ അഖ്വാൽ, അത് കുറേ വർത്താനം പറഞ്ഞുകൊണ്ടൊന്നും കിട്ടൂല. അതുപോലെ കസറത്തിൽ ജിദാൽ, ഇവരെ തർക്കിക്കുക,
ഇപ്പം രാത്രിയോ പകലോ? ഒരാൾ അല്ല പകലാണ്. പകലല്ല, രാത്രിയാണ്. തർക്കം തന്നെ വേണ്ടാണ്ട് തർക്കം. അൽ ഇൽമു ഖശിയത്തും കുല്ലുഹു എന്നാവർ. ഇൽമ എന്നുള്ളത് മുഴുവനും ഖശിയത്താണ്. യുറഫു ബിദാക അഹ്ലുഹു, അത് അതിൻ്റെ അഹ്ലുകാർക്കേ മനസ്സിലാവുള്ളൂ. ഈ കോട്ടും ഇതൊന്നും അല്ല കാര്യം. ഇനി അടുത്തത് മുളാഅഫത്തുൽ അദാബി ലിൽ ആസി അലാ ഇൽമിൻ. ഇൽമോട് കൂടി മഅസിയത്ത് ചെയ്താക്ക് അദാബിന്റെ കടുപ്പം കൂടുന്ന പറയും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് പല തവണ ഓതിയ ഹദീസാ. യുജാഉ ബിർറജുലി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു റജുലിനെ കൊണ്ടുവരപ്പെടും. കേട്ടോ, ഫയുൽഖാ ഫിന്നാർ, നരകത്തിലേക്ക് ഇടപ്പെടും. ഫതന്തലിഖു അഖ്താബുഹു, അവന്റെ കുടൽമാലകൾ ഇതാ പുറത്തു ചാടുന്നു. നമ്മൾ അതൊക്കെ ഓതുമ്പോൾ ചോദിയിട്ടുണ്ട്, അത് ബൈത്താക്കിയിട്ടുണ്ട്, ഓതി. ഫയദൂറു ബിഹാ, ആ കുടൽമാലയുമായി അവൻ ചുറ്റുകയാണ്. കമാ യദൂറുൽ ഹിമാറു ബിർറഹ, ആസുങ്കല്ലിന്റെ ചുറ്റുഭാഗത്ത് കെടുതകൾ ചുറ്റാറുള്ളത് പോലെ. അപ്പം ഫയജ്തമിഉ അഹ്ലുൻ നാരി അലൈഹി, നരകാവകാശികളായ ആളുകൾ അവരെല്ലാം വളഞ്ഞുകൂടി. ഫയഖൂലൂന, അവർ ചോദിക്കുന്നു, മാശഅലക, എന്താ മുതർക്ക നിങ്ങളെ ഹാല്, നിങ്ങളിങ്ങനെ കാണുന്നുണ്ടല്ലോ, എന്താന്ന്? അലസ്ത കുന്ത തഅ്മുറുനാ ബിൽ മഅറൂഫി, മഅറൂഫായ കാര്യം കൊണ്ട് കൽപ്പിക്കുന്ന ഒരാളല്ലേ നിങ്ങൾ? വതൻഹാനാ അനിൽ മുൻകരി, മുൻകറിനെ വിരോധിക്കുന്ന ആളല്ലേ നിങ്ങൾ? ഫയഖൂലു, പറയും, കുന്തു ആമുറുക്കും ബിൽ മഅറൂഫായ കാര്യം ഞാൻ കൽപ്പിച്ചിരുന്നു, വലാ ആതിഹി, പക്ഷെ ഞാനത് പ്രവർത്തിക്കാറില്ല. വഅന്നാകും അനിൽ മുൻകരി, ചീത്തയായ കാര്യം ഞാൻ വിരോധിച്ചിരുന്നു, വആതിഹി, അത് ഞാൻ എന്താക്കും പ്രവർത്തിക്കുകയും ചെയ്യും. അഖ്റജഹുൽ ബുഖാരി വ മുസ്ലിം വഗൈറുഹുമാ മിൻ ഹദീസ് ഉസാമത്ത് ബിൻ സയ്യിദ്. എത്രയോ തവണ മോദിയ ഹദീസ് ഇത്. عن ميمون بن مهران رضي الله عنه قال قال أبو الدرداء رضي الله عنه പറഞ്ഞതായിട്ട് മഹാനായ സഹാബിയല്ലേ, വൈലുൽ ലിമൻ ലാ യഅലമു, അറിവില്ലാത്തവന് വൈലുണ്ട്, മറത്തൻ, ഒരു വട്ടം വൈലുണ്ട്. എന്നിട്ടോ വൈലുൽ ലിമൻ യഅലമു വലാ യഅമലു, ഇൽമ ഉണ്ടായിട്ട് അതുപോലെ അമൽ ചെയ്യാത്തവന് സബഅ മറത്തിൻ, 7 വട്ടം വൈലുണ്ട് എന്നാ പറഞ്ഞത്. നല്ല പണി എന്താണ്? പഠിക്കാൻ പോണ്ടിക്കല് ഇൽമിലേക്ക്. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കാൻ പറ്റാത്ത ഉസ്താദേ. നിങ്ങൾക്ക് 7 വട്ടം വയലുണ്ടാകുമ്പോൾ ഞമ്മക്ക് ഒന്നേ ഉള്ളൂ, അതിനെ നമ്മൾ പിടിക്കും. ജനങ്ങൾക്ക് ബുദ്ധിയില്ലാന്ന് വയ്ക്കണം, വലിയ ബുദ്ധിയുണ്ട്, ആഘാതമായ ബുദ്ധിയാ. അവർ ഉദ്ദേശിച്ചൊരു മസാല ഇട്ടാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഇത് എത്തും കിട്ടാൻ എവിടെയും ഇല്ലെന്ന് എന്നോട് ചോദിച്ചു. ഇവനെ പിടിക്കാൻ പോകുന്ന ആളാണ്. നമ്മൾ വിചാരിക്കും ഇവരില്ലാന്ന്. ഇപ്പം ഭർത്താവ്, നിലവിലുള്ള ഭർത്താവിൻ്റെ പുതിയ പുയ്യാപ്പിള്ളം കൊണ്ടുവരാം, ബോംബെയിൽ നിന്ന് കിട്ടീന്ന് പോലും. അപ്പം എന്താക്കണം, ബനിയം മാറ്റുമ്പോൾ ഓലങ്ങ് ചാടിച്ച് പിന്നെ എടുക്കണം. അത് പറ്റൂല, അതിന് എൻ്റെ അങ്ങനെ കാര്യങ്ങളൊക്കാനുണ്ട്. ബൈക്കിട്ടാവിലൂടെ ഉണ്ടാവില്ല, നിങ്ങൾ നോക്കറാ. ഇയാളെ മഫഹൂമോ മന്ദൂക്കെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ല, അത് നമുക്ക് കേട്ടിട്ടുണ്ട്. ഇതിലൊന്നും ഉണ്ടാവില്ല. ഖാലൽ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യായിൽ പറയുന്നു, എന്താണ് ഈ ആശി ആക്ക് ഇൽമോടുകൂടി മാസത്തിലാക്ക് കിട്ടുന്നത്? വൈന്നമാ യുളാഅഫു അദാബുൽ ആലിമി, ഒരു ആലിമിന് കിട്ടുന്ന അദാബ് ശക്തി കൂടപ്പെടുന്നില്ലേ? ഫീ മാസിയത്തിൻ, ഒരു മാസിയത്തിൽ. എന്താ? ലിഅന്നഹു അസാ അൻ ഇൽമിൻ, അറിവോടുകൂടി മാസിയത്ത് വന്നത് അതിൻ്റെ കാരണത്താണ്. വലിദാലിക ഖാല അല്ലാഹു അസ്സ വജല്ല ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, മുനാഫിഖീങ്ങൾ നരകത്തിൻ്റെ ഏറ്റവും അടിയിലെ തട്ടിലാന്ന് പറഞ്ഞു അല്ലേ? എന്തുകൊണ്ടായത്? ലിഅന്നഹും ജഹദു ബഅദൽ ഇൽമി, അവർ അറിഞ്ഞതിന് ശേഷമാണ് ഓർ നിഷേധിച്ചത്. ഓർക്കറിയാം, അറിയാത്ത പടുജാലൊന്നുമല്ല. വജുഇലൽ യഹൂദു, അതുപോലെ മറ്റൊന്ന് വജുഇലൽ യഹൂദു ശർറൻ മിനൻ നസാറ, യഹൂദികൾ ഷർറായി എന്തിനാക്കണം? നസാറാക്കണം. ഏതോടൊപ്പം മഅന്നഹും മാ ജഅലു ലില്ലാഹി സുബ്ഹാനഹു വ തആല വലദൻ, ഈ യഹൂദികൾ അല്ലാഹു തആലാക്ക് വലദിനെ വെച്ചിട്ടില്ലാത്തതോടൊപ്പം വലാ ഖാലു ഇന്നഹു സാലിസു സലാസ, 3 ഇലാഹുകളുണ്ട് എന്ന് ആരും പറഞ്ഞിട്ടില്ല. ജൂതന്മാർ പറഞ്ഞിട്ടില്ല, നസാറാക്കളാണ്. അന്ന് ആ നസാറാക്കളേക്കാൾ യഹൂദികൾക്ക് എന്താന്ന്? ഇല്ലാ അന്നഹും അൻകറു ബഅദൽ മാരിഫ, കാര്യം തിരിഞ്ഞതിന് ശേഷം ഇൻകാർ ചെയ്തു. അപ്പോൾ ഇത് ഖാല അല്ലാഹു തആല
യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കളെ അറിയുന്നത് പോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി അറിയാമെന്ന് അല്ലാഹു തആല പറഞ്ഞു. അതിന്റെ തെളിവുകൾ ആയിരക്കണക്കിന് തെളിവുകളല്ല നമ്മൾ കണ്ണൂർ ക്ലാസ്സിൽ നടന്നു ഓതിയത്. അങ്ങനെ കേട്ട ലോക ചരിത്രത്തിലുണ്ടാകുമെന്ന് ഇപ്പൊ സംശയം. മക്കത്ത് ജനിച്ച ആമിനാരെ മോനെന്ന് മാത്രം ഇപ്പം പഠിച്ചു വെച്ചത് ഇപ്പൊ കണ്ടെടുത്തോളൂ. ഇനി എത്ര വരാൻ പോകുന്നുണ്ട്. وقال تعالى فلما جاءهم ما عرفوا كفروا به, നേരത്തെ അറിഞ്ഞ ഒരു കാര്യം ഇവരിലേക്ക് വന്ന്, അവസാനത്തെ നബി വരാനുണ്ടെന്നും ഇന്ന അടയാളങ്ങളാണെന്നും സദക്ക തിന്നൂല, ഹദിയ ഭക്ഷിക്കും, ഖാതമുൻ നബുവത്തുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വന്നു. ആ അറിഞ്ഞപ്പെട്ട കാര്യം അവരിലേക്ക് വന്നപ്പോൾ അപ്പറഞ്ഞാൽ ഇയാളല്ല എന്നാ പറയുന്നത്. അപ്പൊ ഇൽമോട് കൂടിയാണ് എന്താക്കിയത്, നിഷേധിച്ചത്. അപ്പൊ ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ എന്ന് പറഞ്ഞു. وقال سيدنا القطب عبد الله الحداد رضي الله عنه وقد علم وتكرر أن الأعمال الصالحة التي تصدر من العارفين, ഒരാരിഫിന്റെ വക്കൽ നിന്നുണ്ടാകുന്ന സ്വാലിഹായ അമാലുകൾ എത്രയോ സമാപറിയതാണ്. അതൊക്കെ ഓതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു. ആരിഫായ ഒരു മനുഷ്യന്റെ പക്കൽ നിന്ന് ഒരു റക്അത്ത് നമസ്കരിക്കുക എന്നുള്ളത് ആരിഫാബാത്ത ആലിമ്, അത് ജാഹിലല്ല, അയാളെ 1000 മതി എന്നാ പറഞ്ഞു. എന്താണ് അങ്ങനെ കൂടിയത്? യസീദു സവാബുഹ അലാ അമാലി ഗൈരിഹി, ആരിഫ് അല്ലാത്ത, ആരിഫ് എന്ന് പറഞ്ഞാൽ അയാളെ ഇൽമ അല്ലാഹുമായി ബന്ധപ്പെട്ട ഇൽമാണ്. മറ്റേതോ മനുഷ്യന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഇൽമാണ്. മനുഷ്യന്റെ അമാലാണ് ഏത്, ഫിഖ്. മറ്റേത് അള്ളാഹുവിന്റെ ദാത്ത്, സിഫാത്ത്, അഫ്ആല് മുതലായ കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ തൻസീഹ്, അവന്റെ വാജിബായ കാര്യം, മുസ്തഹീലായ കാര്യം, ജായിസായ കാര്യം, അള്ളാഹുവിന്റെ അടിമകളോടുള്ള മുആമലാത്ത്. സ്വഭാവം എന്ന് പറഞ്ഞാൽ യോജിക്കില്ല, അത് ഒരു ഹാദിസിന്റെ വസ്ഫാത്ത്. പിന്നെ പറയാൻ എന്തെങ്കിലും പറയണ്ടേ. അള്ളാഹുവിന്റെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഒക്കൂല, എന്ത് പറഞ്ഞാൽ അള്ളാഹ് അനുയോജ്യമാവില്ല. അതാണ് ആരിഫിന്റെ അവസ്ഥ. അദ്ദേഹത്തിന്റെ യസീദു സബാബു അലാ അമാലി ഗൈരിഹി എന്തുകൊണ്ടാണ്? ധാരാളം ഇരട്ടിയായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതിഫലം കൂടുന്നുണ്ട്. അതൊക്കെ പറഞ്ഞിട്ടുണ്ടത്. ഇത് ഫിഖ്ഹിന്റെ അറിവിനെക്കാണിയും പിന്നെ അമാലിന്റെ ഉസൂലിന്റെ അറിവിനെക്കാണിയും പിന്നെ നഹ്വ് സർഫും പറയാനില്ലല്ലോ. അതിനാക്കാണ് ഫല്ല ആരിഫൂന ബിറബ്ബിഹിം ഹും അഫ്ളലു മിൻ അഹ്ലി ഫർഇൻ വസ്ഉൽ ഉസൂലി തകമ്മല. അതെന്തുകൊണ്ടാ? അവിടെ ഒരു ഭാഗം അല്ലേ, വകദാലിക മാ യസ്തുറു മിൻഹും മിന സയ്യിആത്ത്. അപ്പൊ സയ്യിആത്തിനാൽ വെളിപ്പെട്ടതും അങ്ങനെ തന്നെ ഇരട്ടിയാവുന്ന പറയും. അതല്ലേ അദ്കാറിൽ പറഞ്ഞത്, മക്കയിൽ ഒരു സുബ്ഹാനല്ലാഹി ചൊല്ലിയാൽ എന്താണ് ഹറമിൽ 1,00,000. അപ്പോൾ ഒരു കള പറഞ്ഞാലോ എല്ലാം മാപ്പ് അല്ലേ. അങ്ങനെ ഖിയാസാക്കൽ അബദ്ധം എന്നാ പറഞ്ഞത്. 1,00,000 കള പറഞ്ഞ ഇസ്മും ഉണ്ടാവില്ല അവിടെ. അത് അധികം മനസ്സിലാക്കുന്ന സ്വഭാവം മാത്രം ഖിയാസാക്കിയിട്ട് ആശയത്തിനെ പറ്റി ഓർമ്മ ഉണ്ടാക്കുന്നു. അതാ അതുപോലെ ഈ ആരിഫിന്റെ മക്കൾ നിന്നുണ്ടാകുന്ന സയ്യിആത്ത് തഅദമുൽ മുആഖദതു അലൈഹാ, അതിന്റെ മേലിലുള്ള ശിക്ഷയും ഉണ്ടാക്കും, കടുപ്പം കൂടും. വതഫഹുൽ മുആഖബതു ലഹാ, അതിനുള്ള മുആഖബ ഇഖാബ് ശിക്ഷ വളരെ മോശമായിരിക്കും. വറബ്ബമാ ഊഖിബ അലാ സഗായിരി, സഗീറത്തായ കാര്യങ്ങൾക്ക് വേണ്ടി അയാളെ ശിക്ഷിക്കപ്പെടും. മുആഖബത ഗൈരിഹി അലൽ കബായിർ, കബായിറിന് വേണ്ടി മറ്റുള്ള ആളെ ശിക്ഷിക്കപ്പെടുന്ന അതേ അളവെന്താക്കും, സഗായിറിന് വേണ്ടി ഇവിടെ കൊടുക്കും. വദാലിക, അതെന്തിനാ? ലിഅന്നഹു ഫീ ഹയ്യിസിൽ ഖുർബി, അല്ലാഹുവിന്റെ ഖുർബിന്റെ മേഖലയിലാണ് ഞാനുള്ളത്. ഖുർബിന്റെ മേഖല എന്നിട്ട് കുരുത്തക്കേട് കാട്ടിയാൽ എന്താക്കും, ശിക്ഷ കൂടും. അലം തസ്മഇല ഖൗലിഹി തആല, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് പറഞ്ഞുകൊണ്ട, യാ നിസാ അൻ നബിയ്യി
മൻ യഅതി മിൻകുന്ന ബിഫാഹിശത്തിൻ മുബയ്യിനത്തിൻ, നിങ്ങളിൽ നിന്ന് ആരപക്കങ്ങളിൽ നിന്ന് ഒരു ഫാഹിഷത്ത് വന്നാൽ യുളാഅഫു ലഹൽ അദാബ്, അദാബ് ഇരട്ടി കൊടുക്കുന്നവർ തങ്ങളുടെ ഭാര്യമാരാണ്. അപ്പം തന്നെ എന്ത് പറഞ്ഞ് എങ്ങനെ തഖ്വ ചെയ്ത നിങ്ങളെ കണക്കത്തെ ഒരാളെ ലോകത്തില്ല, നിങ്ങളെ മറികടക്കുന്ന രക്ഷപ്പെടങ്ങളുമില്ല. നമ്മൾ ഇപ്പം അടുത്തല്ലേ ഒതിന് ഇഴുത്തക്കയത്തിന് അപ്പുറം കൊടുക്കണോ ഇപ്പുറം കൊടുക്കണോ ചർച്ചയിൽ വല്ലത്തി തലീഹ, അതിൻ്റെ തൊട്ടടുത്ത ആയത്ത് ഓടിക്കു വന്നു. ഇത് ഒമഞ്ഞക്കുന്നത്ത് എൻ്റെ ബാക്കി വഖദ് ബലഗനാ അനിൽ ആരിഫ് ഇബ്നുൽ ജല്ലാൽ, ഇബ്നുൽ ജല്ലാൽ എന്ന ആരിഫിനെ തൊട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ആരാണ് ഇബ്നുൽ ജല്ലാൽ? അശ്ശൈഖുൽ ഖുദ്വ അൽ ആരിഫ് ബില്ലാഹി ജുനൈദുൽ ഷാം, ജുനൈദുൽ ബഗ്ദാദി അല്ല, ജുനൈദുൽ ഷാമാണ്. അബു അബ്ദില്ലാഹി അഹമ്മദ് ബിൻ യഹ്യൽ ജല്ലാൽ. എത്ര വഫാത്ത്? 306 വഫാത്ത്, മുമ്പേയുള്ള ആളാണ്. ഖാല ഫീ സൈബി സബബി തസ്മിയത്തി വാലിദിഹി ബിൽ ജല്ലാൽ. ഇബ്നുൽ ജല്ലാൽ അല്ലേ, ഇബ്നുൽ ജല്ലാൽ ഉപ്പയാരെ ജല്ലാൽ, ആ ഉപ്പാക്ക് ജല്ലാൽ എന്ന് പേര് വന്ന എന്താ ഓർമ്മല്ല? ഇത് ജല്ലാൽ എന്ന് പറഞ്ഞാൽ പോളിഷ് ചെയ്യുന്ന ആളെന്നാണ്. പോളിഷ് ചെയ്തിട്ട് മിനുക്കുന്ന ആളില്ലേ. ഇവർ ഇഷ്ടികയാ മറ്റെന്തെങ്കിലും പോളിഷ് ചെയ്യാൻ പോക്കുണ്ടോ? ഇവർ പറയുന്നത് ഓരോ വാത് കേട്ട് ഓരോ കിതാബ് മുത്താല ചെയ്താൽ കൽബന്തായി നല്ല പോളിഷ് ചെയ്തിട്ട് പ്യൂറായി മാറും. അങ്ങനെയാണ് ജല്ലാൽ എന്ന് പേര് വന്നത്. ഓരോ മോനാണിത്. മാ ജല്ല അബ അബി ഷൈഅൻ ഖത്തു, മൂപ്പറ പറയുന്നത് എൻ്റെ ഉപ്പ ഒന്നും പോളിഷ് ചെയ്യാൻ പോക്കില്ല. വലാകിന്നഹു കാന യഇദു, പക്ഷെ ആൾ വഅദ് പറയും. ഫയഖഉ കലാമുഹു ഫിൽ ഖുലൂബ്, ആ കലാം കൽബിൽ അങ്ങ് തട്ടും. അപ്പം കൽബെന്തായി? പോളിഷ്. ഫസുമി ജല്ലാഅൽ ഖുലൂബ്, അവ വെറും ജല്ലാല ജല്ലാഉൽ ഖുലൂബാണെന്നാണ് പറഞ്ഞത്. ഇനി നമ്മളെ വിഷയത്തിലേക്ക് സഹിബ അബു അബ്ദില്ല, നമ്മൾ അബു അബ്ദില്ല ഓർ മകൻ വാലിദഹു, ഉപ്പാൻ്റെ ഒപ്പമാണ് കൂടിയത്. 2 വാബാ തുറാബൻ നഖ്ശബി, അവിടെ റിസാലത്തുൽ ഖശീരി പറയപ്പെട്ട ഒരാളാണ്. വദന്നൂനുൽ മിസ്രി, ഇവരൊക്കെയാണ് മൂപ്പറ കൂട്ടുകാർ. ലമ്മാമാത്ത ഇബ്നുൽ ജല്ലാൽ നളറു ഇലൈഹി, ഇബ്നുൽ ജല്ലാൽ വഫാത്തായി. നോക്കുമ്പോൾ ആൾ നോക്കുമ്പോൾ ഫൈദാഹു വയ്യുഹക്ക്, മൂപ്പർ ആ മരിച്ച കിടത്തേക്ക് നല്ല ചിരിക്കുന്നതാണ്. അവൻ മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ല എന്നിട്ട് സമയം അങ്ങ് നീണ്ടാൻ തുടങ്ങി. ഇതിപ്പോൾ ഇരിക്കുക. ഫഖാല തബീബു, അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്നഹു ഹയ്യൻ, ഓറ് മരിച്ചിട്ടില്ല, അപ്പോൾ കുളിപ്പിക്കലും മറാടലും ആയിട്ടില്ല എന്ന് പറഞ്ഞു. സുമ്മ നളറു, പിന്നെയും നോക്ക് ഫീ വിഞ്ചസത്തി, പിന്നെ നാടി പരിശോധിച്ചു. നാടി പരിശോധിച്ചും പറഞ്ഞ ഓറ് മരിച്ചിട്ടുണ്ടല്ല. വിജസത്ത് എന്ന് പറഞ്ഞാൽ നാടി പരിശോധിക്കില്ല. പഴയ കാലത്ത് കോട്ടും എല്ലാം വെച്ച് നോക്കുമ്പോൾ അല്ലേ. ഇപ്പം വെച്ചാലും തിരിയാത്തൊരു ഡോക്ടർമാരുണ്ട്. മരിച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് പറഞ്ഞ് സ്കാൻ ചെയ്യണം. എന്താന്ന് കിട്ടുന്ന പൈസ കളയണ്ട. അപ്പം മരിക്കാതെ തിരിയായിട്ടോ എല്ലാം മരിച്ചിട്ടും സ്കാൻ ചെയ്യലോ. സ്കാൻ ചെയ്താൽ തിരിയോ, ഷഹീദാണോ ഷക്കീയാണോ സ്വർഗത്തിലോ നരകത്തിലോ എന്നല്ല ഈ പട്ടിയെ കാണുമല്ല. അതെപ്പോൾ നീ കാണും. എങ്ങനെയായാലും പൈസ കളയണ്ടെന്ന് തന്നെ. ഫഖാല ഇന്നഹു മയ്യിത്തുൻ, നാടി വരെ ചോദിച്ചിട്ട് പറഞ്ഞോറ് മരിച്ചു. സുമ്മ കശഫ അൻ വജീബൻ, മുഖം തുറന്നു നോക്കിയപ്പോൾ വഖാല ലാ അദ്രിയഹു മയ്യിത്തുൻ അം ഹയ്യുൻ, മരിച്ചനോ ഇല്ലയോ നമുക്ക് തിരിയുന്നില്ല. ചിരിക്കുന്നുണ്ട്. റളിയല്ലാഹു അൻഹു, ഇങ്ങനത്തെ എല്ലാം നേതാക്കന്മാർ കഴിഞ്ഞപ്പോ നമ്മുടെ നേതാക്കന്മാരാണ്. അന്നഹു ഓരോ കിതാബൊന്നും ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. അന്നഹു നദറയില അമ്രത ജമീലിൻ, ഒരു അമ്രതിനെ നോക്കിയപ്പോൾ വക്കീൽ അവരോട് പറഞ്ഞു ലതജിദന്ന ഗിബ്ബഹ വലൗ ബഅദ ഹീൻ, ഇത് കുശൈലിയിലുണ്ട്. ഇതിൻ്റെ നഷ്ടം കുറച്ച് കാലം കേട്ടെങ്കിലും ആസ്വദിക്കേണ്ടി വരും. അങ്ങനെ ഫനസിയൽ ഖുർആന ബഅദ ദാലിക്, അതിനുശേഷം ഖുർആൻ മറന്നു എന്ന് പറഞ്ഞു. വഖാതർ, അത് കഴിഞ്ഞ് വഖാതറ ലി ബഅദിഹിം ഖാതിറുൽ മഅസിയ വഹുവ ഫിസ്സലാത്ത്, നമസ്കാരത്തിൽ നിന്നുകൊണ്ടുണ്ടായ ഒരു മാസിയത്തിൻ്റെ ഖാത്തിർ കൽബിൽ കടന്നു. ഇവർക്കല്ല, അത് വേറൊരാള്. നമസ്കാരം എന്ന് പറഞ്ഞാൽ ഖുർബിൻ്റെ മഹല്ലാണ്. അവിടെ വെച്ചിട്ടുണ്ടാക്കി മാസിയത്തിൻ്റെ ഖാത്തിർ ഫസ്ബദ ജമീഉ ബദനിഹി, ശരീരം മുഴുവനും കറുത്തുപോയി എന്നവർ. നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്? ഖുർബിൻ്റെ മഹല്ലിൽ വെച്ചിട്ട് കുരുത്തക്കേട് കാട്ടിയാൽ വബഖിയ മുദ്ദത്തൻ കദാലിക, ആ കറുപ്പ് കുറേ കാലം ബാക്കിയായി. ഹത്താ തശഫഅ ഫീഹി ബഅദുൽ മുഹഖഖീൻ
ബഅദുൽ മുഹഖ്ഖിഖീങ്ങളായ അവർ അത് മാറിക്കിട്ടാൻ വേണ്ടി എന്താക്കി ശഫാഅത്ത് തേടിയിട്ടാണ് അത് മാറിക്കിട്ടി. വറഅൽ ജുനൈദ് റളിയല്ലാഹു അൻഹു ഫഖീറൻ, ഒരു ഫഖീറിനെ കണ്ട്, ഇത് കുറേ കേട്ട വിഷയമാണ്. യസ്അലുന്നാസ, ജനങ്ങളോട് യാചിക്കുന്നു. ഫഖാല ഫീ നഫ്സിഹി, ജുനൈദ് തങ്ങൾ എന്താക്കി മനസ്സിൽ പറഞ്ഞ്, ലവിഷ്തഗല ഹാദാ ബിൽ കസ്ബി, ഇയാൾ എന്തെങ്കിലും ഒരു പണിക്ക് പോയിരുന്നുവെങ്കിൽ ലകാന അഹ്സന ലഹു, അതല്ലേ കൂടുതൽ നല്ലത് എന്നൊരു തോന്നൽ. ഫലമ്മാ ഖാമ ഇലാ വിർദിഹി മിനൽ ലൈലി, രാത്രിയിൽ നിർവഹിക്കേണ്ടുന്ന വിറുതിലേക്ക് മൂപ്പർ എണീറ്റപ്പോൾ ലം യജിദ് നശാതൻ, അതിനൊരു ഉന്മേഷം കാണുന്നില്ല, വലാ ഹലാവത്തൻ, ഒരു മാധുര്യവും കാണുന്നില്ല. അപ്പോൾ ഞാനെന്താ ചെയ്തത്? വഗലബത്തു ഐനാഹു, അങ്ങനെ ഉറക്കം കണ്ട് ഗാലിബാകിയാണ്. ഫറഅൽ ഫഖീറ, അപ്പം നേരത്തെ കണ്ട ഫഖീർ ഉണ്ടല്ലോ, ആ ഫഖീറിനെ കാണുന്ന അത് ജീഅ ബിഹി മംദൂദൻ അലാ ഖിവാനിൻ, ഒരു ഭക്ഷണ തെളിയൻ്റെ മേലെ നീട്ടിക്കിടത്തിയിട്ട് നിങ്ങൾക്കുള്ള സൽക്കാരം ഇതാ. ഫഖീല ലഹു കുൽ ലഹ്മഹു, അതാ തിന്നോ, ഇറച്ചി അങ്ങോട്ട് തിന്നോന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. ഫഇന്നക ഖദ് ഇഗ്തബതഹു, നീ അദ്ദേഹത്തിനെ പറ്റി ഗീബത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞു. ഇവിടുന്ന് എന്താ പറഞ്ഞിരുന്നു? ഇയാൾക്ക് യാചിക്കുന്നതിന് പോലെ പണിക്ക് പോയിക്കൂടെയാണ് ഇതന്നെ. അതും ആരോടും പറഞ്ഞല്ല. ഫഖാല, മൂപ്പർ സുബ്ഹാനല്ലാഹ് ഇന്നമാ കാനത് ഖത്റത്ത്, അതൊരു ഖത്റത്ത് മാത്രല്ലേ. ഫഖീല ലഹു, അപ്പം പറഞ്ഞു, നിങ്ങൾക്ക് ഖത്റത്തും പറ്റൂല, നിങ്ങൾ ആരാന്ന് മനസ്സിലാക്കണം. ബസ് സ്റ്റാൻഡിൽ ഉണ്ടാകും കുറേ ചുമര്, അവിടെ എല്ലാ നോട്ടീസും ഉണ്ടാകും. അതിന് നോട്ടീസ് ഉണ്ടാകും, സലാത്തിൻ്റെ നോട്ടീസ് ഉണ്ടാകും, അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ നോട്ടീസും ഉണ്ടാകും, എല്ലാം കൊണ്ടാൻ വേണ്ടി ഉണ്ടാകും അല്ലേ? എന്താണ് അത്? അങ്ങനത്തെ ചുമരാണ്. അതായത് പള്ളിയുടെ ചുമരനോ ഒരു പുള്ളി വീണാൽ അവിടെ വെറ്റുവശിൽ കാണും. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ആളല്ല, അങ്ങനത്തെ ആളെ പറ്റി വിചാരിക്കേണ്ട ആളല്ല എന്ന് പറഞ്ഞു. നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക് ഇതുപോലത്തതുപോലെ വിട്ടുവീഴ്ചക്ക് തരൂല എന്ന് പറഞ്ഞു. انتهى من المكاتبة. وقال الجنيد رضي الله عنه പറയുന്നു, ലൗ അക്ബർ അൽ മുരീദു അലല്ലാഹി അൽഫ സന, ഒരു മുരീദ് 1000 കൊല്ലം അല്ലാഹുവിലേക്ക് ഇഖ്ബാൽ ചെയ്ത്, സുമ്മ അറദ അൻഹു ലഹലതൻ, ഒരൊറ്റ ലഹല ഉണ്ടാക്കുക, അയാൾ പിന്നിട്ട് പോയി. എന്നാൽ 1000 കൊല്ലത്തുനിന്ന് ഒരു ലഹല കൊണ്ട് പോയി. ലകാന മാ ഫാതഹു ഫിൽ ലഹലതി, ആ പിന്നിട്ട് പോയ ഒരു ലഹലയിൽ നഷ്ടപ്പെട്ട ഒന്ന് അക്സറ മിമ്മ അദ്റകഹു ഫിൽ അൽഫി സന, 1000 കൊണ്ട് നേടിയതിനേക്കാൾ അധികമാണ് ഒരു ലഹല കൊണ്ട് നഷ്ടപ്പെടുത്തിയത്. മനസ്സിലായില്ല? കാന സയ്യിദുൽ ഇമാം ഐദറൂസ് ബിൻ ഉമർ അൽ ഹബശി റളിയല്ലാഹു അൻഹു ആയിരുന്നു യുമസ്സിലു ലിദാലിക, അതിനൊരു മിസാല് പറയും. ഈ പറഞ്ഞ കലാമിന്, ജുനൈദ് തങ്ങൾ പറഞ്ഞ കലാമില്ലേ അതിന്, ബിമൻ, ഒരാൾ യത്തജുറു ഫി അദാനിൽ അംതിഅതി, താണ വസ്തുക്കളില്ല, വില കുറഞ്ഞ സാധനങ്ങൾ, അതിൽ കൽ ഹതബി ബറഗ് വൽ ഹശീഷി, പുല്ല്, ഇതൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരാൾ. അങ്ങനെ ഫലാ യസാലു യതഅല്ലാ മിൻ മതാഇൻ ഇലാ മതാഇൻ, അങ്ങനെ ഓരോ ചരക്ക് വിട്ടിട്ട് എന്താക്കും, മേലോട്ട് കയറിയിട്ട് അവസാനം രത്നക്കല്ല വ്യാപാരം തുടങ്ങി. അപ്പം ഏതാ ഒരു സാലിക്കായ മനുഷ്യൻ്റെ അമലിനെ പറ്റിയാ പറയുന്നത്. അങ്ങനെ എത്തി, അങ്ങനെ ഹത്താ യത്തജിറ ഫീ അലാഹാ, സാധനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വില പിടിച്ച സാധനത്തിൽ കച്ചവടം, കൽ ജവാഹിറൽ അസീസ, മുത്തുകൾ, അല്ലത്തി തകൂനുൽ വാഹിദത്തു മിന്ന അക്സറ സമനൻ മിൻ സമനി ജമീഅൽ അംതിഅതി അല്ലത്തി ഖദ് സബഖത് തിജാറത്തുഹു. ഇയാൾ കച്ചവടം തുടങ്ങിയ കാലം മുതൽ പൊല്ലും അത് ഇതെല്ലാം കച്ചവടം ചെയ്തില്ലേ, ആ അതിലെല്ലാം കൂടെ കൂട്ടിയാലും ഈ ഇപ്പം തുടങ്ങിയ കച്ചവടത്തിൻ്റെ ഒരു മണിക്ക് മതിയാവൂല. അങ്ങനത്തെ വലിയൊരു കച്ചവടം, സ്വർണ്ണ രത്നക്കല്ലിൻ്റെ കച്ചവടം തുടങ്ങിയത്. അങ്ങനെ മിനിപ്തയിലെന്ത് സ്വമ്മ വക്കഫാനി, പിന്നെ കച്ചവടം കൂടെ മതിയായി തുടങ്ങി. എന്താ ഇവനിക്ക് പറഞ്ഞ മിസാല് പോലെയാണ് ഇവൻ്റെ. അതാ ഒരു ലഹദ പിന്തിരിഞ്ഞപ്പം വന്ന നഷ്ടം. മിനൻ നഹ്റിൽ മൗറൂദ്, അത് കിതാബിൻ്റെ പേര്. قال الإمام الغزالي رضي الله عنه പറയുന്നു, ഇന്ന ബിസ്റൽ ആലിമി ഫീ മആസിഹി, മാസിയത്തിൻ്റെ വിഷയത്തിൽ ആലിമിനുള്ള ബിസ്ർ അക്ബറു മിൻ ബിസ്റിൽ ജാഹിലി, ജാഹിലിൻ്റെ ബിസ്റിനേക്കാൾ വലുതാണ്. ഇത് കാരണം യസില്ലു ബിസല്ലതിഹി,
അദ്ദേഹത്തിൻ്റെ പിഴവ് കാരണത്താൽ പിഴക്കും ആലമുൻ കസീർ, വലിയൊരു ലോകം തന്നെ പിഴക്കും. കാരണം ഒരാൾ ഹുജ്ജത്തായിട്ട് എടുക്കും. ഇന്നാള് പറഞ്ഞില്ലേ, ബീഡി വലി സുന്നത്താക്കണം, സിഗരറ്റ് വലി സുന്നത്തായി പ്രഖ്യാപിക്കണം. എന്തിനാണ്? നമ്മളെ സംഘടന നേതാക്കന്മാർ മാറി 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 ഒലിക്കുമ്പോൾ ഒന്ന് തീരുമാനിക്ക് മറ്റേ കത്തിക്കുന്നതാണ്. അപ്പൊ അത് മാതൃകയല്ലേ നയിക്കും. ഇങ്ങനെയും പറയുന്നുണ്ട്. വയഖ്തദൂന ബിഹി, അദ്ദേഹത്തിനോട് വലിയൊരു ആലമൻ തന്നെ പിൻപറ്റും. വമൻ സന്ന സുന്നതൻ സയ്യിഅതൻ ഫഅലൈഹി ബിസ്റുഹാ വബിസ്റു മൻ അമില ബിഹാ എന്നല്ലേ ഹദീസുള്ളത്. ഒരാൾ സയ്യത്തിന് എന്താക്കി നടപ്പാക്കിയാൽ അതിന്റെ കുറ്റം അവനുണ്ട്, അതിനെ പിൻപറ്റിയ ആളുകളെ കുറ്റമുണ്ടെന്നല്ലേ പറഞ്ഞത്. അദ്ദേഹം ഹദീസാണ്. വലിദാലിക ഖാല അലിയുൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖസമ ലഹരി റജുലാനി, എൻ്റെ നട്ടെല്ല് പൊട്ടിച്ചു കളഞ്ഞ് രണ്ട് കൂട്ടർ. ഒന്നാരാ? ഇൽമില്ലാതെ ഇബാദത്ത് എടുക്കുന്നത്. നമ്മ ഇപ്പൊ ഇബാദത്ത് ഇപ്പൊ ഞാൻ പേര് പറയുന്നത് ഇബാദത്ത് ദാലല്ല, ഇബാദത്ത് 300 മുതൽ 1000 നടക്കാത്തവരിക്കും. ഒന്നുവോ ഒരൊറ്റ കമ്പൽ നീട്ടുണ്ടാവില്ല. എന്താക്കിയ നമ്മള് അത് ലക്ഷ്യം ഉറപ്പിച്ചാണ്. ഞാൻ എപ്പം അതിന് തസ്മീകരിക്കും. 9 മണിക്ക് തുടങ്ങിയ തസ്മീക്കാനോ 100 വാങ്ങോടക്കോളുണ്ടാവും. ഒന്നു കൊടുത്താ അതാണ് ജാഹിലും മുതനസിക്കുക എന്ന് പറഞ്ഞു. കുറെ ഇബാദത്ത് കൊണ്ട് ജനങ്ങളെ ചെല്ലാം വരുമ്പോണ്ടാവും വലിയൊരു കെട്ട്, പല മുക്കിഷ്ടം അച്ചടിച്ച എല്ലാം ഔറാദിന്റെ കിട്ടാവും. ഔറാദിന് 50% അച്ചടിപ്പെടാണ്ടാവുക. ഇതെല്ലാം ചൊല്ലി തീർക്കും. ഓതു കൊടുക്കാണ്ട് തൊഴിൽ ചെയ്യാൻ പറ്റുമോ? ഇത് അജാഹിലും മുതനസിക്കും. എന്റെ പുറംപൊളിച്ചറിഞ്ഞിരുന്നു. ഇവരെ പണ്ടോ വല്ലാണ്ട് അടങ്ങാറായി. മറ്റേതോ ആലിമു മുത്തഹത്തിക്കുന്ന ഷറൈന്റെ പരിധി സൂക്ഷിക്കാതെ കണ്ടുള്ള മുസ്ലിയാറ്, ഇവരെ കൊണ്ട് വല്ലാത്തടങ്ങാറെന്ന് പറഞ്ഞു. അപ്പൊ ഫൽ ജാഹിലു, ജാഹിൽ എന്താ? അയാളെ ഇബാദത്തിന്റെ പ്രകടനം കൊണ്ടെന്താക്കും? ജനങ്ങളെ വഞ്ചിക്കുകയാണ്. നെറ്റിക്ക് വലിയ താമ്പലുണ്ടാവും. വൽ ആലിമു യഗുർറുഹും ബിതഹത്തുഖിഹി, അയാൾ ഷറൈന്റെ പരിധി നോക്കാതെ കണ്ട് പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾ വഞ്ചിതരാകുന്നുണ്ട്. ഇതാണ് എൻ്റെ പുറം പൊളിച്ചു കളഞ്ഞെന്ന് പറഞ്ഞത്. അഹാദീസ് ഉഖ്റാ ഫിൽ ബാബ്, ഇനി ബാബ് അടുക്കുന്ന ഒരു കണക്ഷൻ വിട്ടിട്ടുണ്ട്. ഒന്നുണ്ട് അതിലേക്കാൾ ചരിത്രം പറഞ്ഞിട്ട് നമ്മളെ വിഷയത്തിലേക്ക് മടങ്ങണം. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم أشد الناس عذابا يوم القيامة عالما لم ينفعه الله بعلمه. ഖിയാമത്ത് നാളിൽ ഏറ്റവും അദാബ് കഠിനമായ ആള് ഒരാലിമാണ്. ആ ഇൽമു കൊണ്ട് അദ്ദേഹത്തിന് ഉപകാരം കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു ആലിമ്. وقال صلى الله عليه وسلم من ازداد علما ولم يزدد هدى وفي رواية يزدد زهدا എന്നുണ്ട്. ലം യസ്ദദ് മിനല്ലാഹി ഇല്ലാ ബുഅദാ, ഒരാൾ ഇൽമാൽ ഏറിയിട്ടുണ്ട് പക്ഷെ ഹുദ ഏറിയിട്ടില്ല, സുഹുദും ഏറിയിട്ടില്ല. എന്നാൽ അള്ളാഹിന്റെ വക്കൽ നിന്ന് ബുഅദ് അല്ലാതെ മറ്റൊന്നും ഇവിടെ ഏറിയിട്ടില്ല എന്നാണ്. ബുഅദ് എന്ന് അകൽച്ച, കുറവ് കിട്ടിയിട്ടില്ല. അഖ്റജഹു ദൈലമി. قال سيدنا عبد الله بن علوي الحداد رضي الله عنه പറയുന്നു, السالك الصادق لا يزال في مزيد من المعرفة والعبادة حتى يخرج من الدنيا. ഒരു സാലിക്, അതാ സാലിക് സാദിഖ്. സാലിക് എന്ന് പറഞ്ഞാൽ പണ്ടേ സുലൂക്ക് ചെയ്യുന്ന ആള്. അള്ളാഹുവിന്റെ പൊരുത്തന്തങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ വജുഹിന് വേണ്ടി എന്തോ ഫേലോ തെർക്കോ എന്താവട്ടെ അബദ് ചെയ്യുന്ന പണിക്കുന്ന സുലൂക്ക്. പക്ഷെ അയാൾ സാദിക്കാവണം. ആ സാദിക്കായ സാലിക്ക് ലാ യസാലു ഫീ മസീദിൻ, അയാൾ വളർച്ചയിൽ തന്നെയായിരിക്കും. ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. റിയാദ് മിനൽ മാരിഫത്തി വൽ ഇബാദത്ത്, രണ്ടിലും. ഹത്താ യഖ്റുജ മിനദ് ദുനിയ, ദുനിയാവിൽ നിന്ന് പോകുന്നത് വരെയും വർധനവിലാണ് ഉണ്ടാവുക. വദാലിക അലാമത്തു സിദ്ഖിഹി, അതെന്താ? അത് അദ്ദേഹത്തിന്റെ സിദ്ഖിന്റെ അലാമത്താണ്. ആ സാലിക്കിന്റെ സിദ്ഖല്ലേ. فإذا ظهر عليه أثر من التقصير, തഖ്സീറിന്റെ ആസാർ അദ്ദേഹം പ്രകടമാകുന്നു. നോക്ക്, ദല്ല ദാലിക, അതെന്താകും? അറിയിക്കും അലാ വഖൂഫിഹി, അയാളെ കയറ്റം നിന്നുപോയി, സ്റ്റോപ്പായി. ഔ അലാ ഫുതൂരിഹി, അല്ലെങ്കിൽ അതിൽ നിന്ന് അയാൾ വിരമിച്ചു പോയി.
കമാ ഖാല അബൂ സുലൈമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു ലൗ വസലു മാ റജഉ എന്ന് മൂപ്പർ പറഞ്ഞിട്ടുണ്ട്. ആര്? അബൂ സുലൈമാൻ ദാറാനി ആയിരിക്കും. ലൗ വസലു മാ റജഉ, അവർ വാസിലായിരുന്നുവെങ്കിൽ സാലിക്കിന്റെ അറ്റടുത്തേക്കാണ് ബുസൂലിലേക്കാണ്. ബുസൂൽ അള്ളാഹിനെ കണ്ടിട്ട് അള്ളാഹ് കയ്യിലും പിടിച്ച് ഇതാ വെച്ചാല് കൽബിന്റെ ഹിജാബ് മാറിയിട്ട് അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ അൻവാർ അവന്റെ കൽബിന്റെ ഉള്ളിലേക്ക് കടന്നു, ഹിജാബെല്ലാം പോയി. അപ്പൊ ഈ ജനല് തുറന്നപ്പോ എന്താ സൂര്യപ്രകാശം അകത്ത് കയറിയ മാതിരി എന്താ വിസാലി. അങ്ങനെ വാസിലായി മാറജവും അവർ മടക്കുണ്ടാവില്ല, അതുകൊണ്ട് മുന്നേറ്റൽ മാത്രമാണ്. ഞാനി എവിടത്തേക്ക് മാറജവുവിന്റെ ആ താലൂക്കടുത്തേക്ക് ഇതൽ കസലി വറാഹാത്തിൽ മുബാഹാത്തി, മടിയിലേക്കും മുബാഹായ റാഹത്തിലേക്കും മടങ്ങൂല. അവർക്ക് നില റെസ്റ്റ് എന്നുള്ള സാധനം ഉണ്ടാവില്ല. വേറാന്നല്ലാണ്ട് കുറയുന്ന പരിപാടിയില്ല. അത് മാറജവുവിന് നാട്ടിലേക്ക് മടങ്ങലല്ല, കസലി മടിമുടി മുടികളി. അതുപോലെ മുബാഹത്ത്, പിന്നെ ഹറാമൊട്ടും ഉണ്ടാവില്ലല്ലോ. وعن زيد بن أرقم رضي الله عنه قال كان رسول الله صلى الله عليه وسلم يقول തങ്ങൾ ദുആ ചെയ്യും اللهم إني أعوذ بك من علم لا ينفع. കണ്ടാ, ഇൽമ് പഠിക്കാൻ വേണ്ടി ഇത്രയധികം പ്രേരിപ്പിച്ച നബിയ പറയുന്നത് അഊദു ബിക, കാവലിനെ തേടിയതിനെ പറ്റി. മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ, ഖുശൂഅ് ഇല്ലാത്ത ഭയഭക്തി ഇല്ലാത്ത കൽബിനെ തൊട്ടും. വമിൻ നഫ്സില്ലാത്ത, കിട്ടിയ ദേശപ്പാടില്ലാത്ത നഫ്സുണ്ടല്ലോ, അത്ര കിട്ടിയാലും മതിയാവില്ല. അതിന് വിശപ്പടങ്ങിയ സമയമില്ല, ചില ആഗ്രഹം ബെറി തന്നെ. വമിൻ ദഅവത്തില്ലാ യുസ്തജാബു ലഹാ, ഉത്തരം കിട്ടപ്പെടാത്ത ദുആനെ തൊട്ടും കാവലിനെ തേടിയെന്നാണ്. قال سيد العارف بالله അഹ്മദ് ബിൻ ഹസൻ അൽ-അത്താസ് റളിയല്ലാഹു അൻഹു ഉറപ്പിച്ച ചരിത്രം മുമ്പ് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ആവർത്തിക്കാത്തത്. അൽ ഇൽമു ഇദാ കാന വസ്ഫൻ, ഒരു ഇൽമ് ഒരു വസ്ഫായി മാറി നോക്കാം. അങ്ങനെ അദ്ദേഹത്തിന് ഇൽമ് കൊണ്ട് വസ്ഫ് പറയും, ആലിമ് ആലിമ് ആലിമ്. അത് വസ്ഫ് മാത്രമാണെങ്കിൽ ഈ ഹദീസ മുജറദ് ലറ, അത് ഉപദ്രവകരമാണ്, പേരടിക്കാൻ. വഇദാ കാന അമലൻ, ആ ഇൽമ് എന്താകണം? അമലായി മാറണം. അമലായി മാറിയാൽ നഫഅ, അത് ഉപകാരപ്രദമായി. വറവിയ ഫിൽ ഹദീസിൽ ഉണ്ട് മസലുല്ലദീ യുഅല്ലിമുന്നാസൽ ഖൈറ, ജനങ്ങൾക്ക് ഖൈറ് പഠിപ്പിക്കുന്ന ഒരാളെ ഉദാഹരണം. വയൻസാ നഫ്സഹു, സ്വന്തം തടി മറന്നുകൊണ്ട്. മക മസലിൽ ഫതീലത്തി, ഒരു വിളക്കിലെ തിരിയുണ്ടല്ലോ, അതിന് ഉദാഹരണമാണ്. എന്താ? അത് സ്വയം കത്തിക്കരിയുന്നുണ്ട്, മറ്റുള്ളവർക്ക് വെളിച്ചവും കിട്ടുന്നുണ്ട്. തുദീഉ അലന്നാസി വതുഹസ്സിഖു നഫ്സഹാ, സ്വന്തം അത് കരിയുകയാണ്, ജനങ്ങൾക്ക് വെളിച്ചവും കൊടുക്കുന്നുണ്ട്. അഖ്റജഹു തബറാനി. وعن سفيان بن عيينة رضي الله عنه قال كان يقال أشد الناس حسرة يوم القيامة ثلاثة, ഖിയാമത്ത് നാളിൽ വളരെ ബേജാറും ദുഃഖവുമുള്ള ആളുകൾ, അശദ്ധായ ആൾ മൂന്നാ. ഒന്ന്, റജുലുൻ കാന ലഹു അബ്ദുൻ, ഒരു റജുലുണ്ട്, അദ്ദേഹത്തിന് ഒരു അബ്ദുണ്ട്. ഫജാഅ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വന്നപ്പോൾ അഫ്ളൽ അമല മിൻഹു, ഈ സയ്യിദിനാക്കാണ് അബ്ദിന് എന്തായിട്ടുണ്ട്? അമല് വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. സയ്യിദ് പിന്നോട്ട്. അപ്പൊ എന്റെ അബ്ദിന്റെ മാതിരി ഞാനായില്ലല്ലോ എന്നാണ് അവന്റെ ദുഃഖം. വറജുലുൻ ലഹു മാലുൻ, ഒരാൾക്ക് മുതലുണ്ട്, രണ്ടാമത്തെ ആളാക്കി. ഫലം യതസദ്ദഖ മിൻഹു, അതിൽ നിന്ന് സദഖ കൊടുത്തില്ല. ഫമാത, അയാൾ മരിച്ചു. ഫവരിസഹു ഗൈറുഹു, മറ്റുള്ള ആൾ അനന്തരം എടുത്ത്, അനന്തരം കിട്ടിയ ആളെന്താക്കി? ഫതസദ്ദഖ മിൻഹു, അതിൽ നിന്ന് സദഖ ചെയ്ത്. അപ്പൊ എന്റെ മുതല് ഞാൻ എനിക്ക് ചെലവാക്കിയിട്ട് കൂലി കിട്ടിയ കുട്ടികളെ വെക്കുന്ന ആയിപ്പോയത്. വറജുലുൻ ആലിമുൻ, ഒരു ആലിമായ റജുലുൻ ലം യന്തഫി ബിഇൽമിഹി, ഇൽമു കൊണ്ട് ഉപകാരത്തിലെത്തിയില്ല. ഫഅലിമഹു ഗൈറുഹു ഫന്തഫഅ ബിഹി, മറ്റുള്ള ആൾ അറിഞ്ഞിട്ട് അവർക്ക് ഉപകാരത്തിൽ കിട്ടി. അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യാടങ്ങൾക്കാണ് ഉപകാരം കിട്ടിയത്, ഇദ്ദേഹത്തിനോ ഒന്നും കിട്ടിയില്ല. അഖ്റജഹു അബൂ നുഐം. അത് മന്ദല്ല, അത് നല്ല നിയത്താണ്, അതിനോട് പക്ഷേ ശരിയാക്കി ഇന്തിഫാ ഉണ്ടായിട്ടില്ലല്ലോ. قال سيدنا الإمام عبد الله الحداد رضي الله عنه بعد ذكره العمل بالعلم, ഇൽമു കൊണ്ടുള്ള അമല് പറഞ്ഞതിന് ശേഷം മൂപ്പർ പറയുന്നത് ഇല്ലം യുംകിൻക, മൂപ്പർ മറ്റൊരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്.
കഴിയുന്നത്ര ഇൽമ പഠിക്കലാണ്. എല്ലാ ഇൽമും പഠിച്ചു തീർക്കാൻ കഴിയില്ല. അതിന് മുൻഗണന കർമ്മം കൊടുക്കണം. അമലിന്റെ കൂട്ടത്തിൽ മുൻഗണന കർമ്മം കൊടുക്കണം. ഏറ്റവും കർശനമായ ഫർദ് ഏതാണോ, മസല നിസ്കാരം, അതിന് പ്രാധാന്യം കൊടുക്കണം. ചിലരും പാടലും പിന്നെ ഇല്ലം യുംകിനുക തഅമല ബിഹി, അമൽ ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ലേ, ഫതഫഅല ത്വാഅതി വതത്റുകൽ മൻഹിയാത്ത്, നീ എന്താക്കണം, വാജിബായ താഅത്തെല്ലാം പ്രവർത്തിക്കുക, മൻഹിയാത്തിൽ ഒഴിവാക്കണം. മിനിമം തഖ്വ ഉണ്ടായില്ലേ, എന്നിട്ടോ ഫഫഅൽ, എന്നിട്ടോ അത് ചെയ്യുക. മിന ത്വാഅതി മാ തയസ്സറ, ത്വാഅത്തിൽ നിന്ന് എളുപ്പമുള്ളത് ചെയ്യുക. മഅൽ ലസ്മി അലാ ഫിൽ ബാക്കി, ബാക്കിയുള്ളത് ചെയ്യണമായിരുന്നു. ഇതുകൊണ്ട് ആയി നോക്കാൻ പാടില്ല. അത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. എല്ലാം ആയി ഞാൻ പൂർണ്ണമായി ചെയ്തു എന്ന് ചോദിക്കാൻ പാടില്ല. ബാക്കിയുള്ളതെല്ലാം ചെയ്യണമെന്ന് അസ്മ്. അതുപോലെ വതുറുക്കിൽ അമല ബി ബഅദിൽ മആസി, മഅസിയത്തിൽപ്പെട്ട ചിലത് ഒഴിവാക്കിയിട്ട് മഅൽ ലസ്മി ലാ തർക്കിൽ ബാക്കി, ബാക്കിയുള്ള എല്ലാ മഅസിയത്തും ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചു നോക്കുക. ഫൻബിദാലിക്, അത് കരുതിക്കോ. എന്തുകൊണ്ട് ഫഖദ് യഹ്സുലു ബിന്നിയ്യതി മാ ലാ യഹ്സുലു ബിൽ അമാൽ, പ്രവർത്തനം കൊണ്ട് കിട്ടാത്തത് നിയ്യത്ത് കൊണ്ട് കിട്ടാറുണ്ടല്ലോ. ഇതാണ് സഹൂലില്ലാഹി എന്ന് പറഞ്ഞില്ലേ. ഇതെല്ലാത്തിനും കേട്ട വിഷയമാണ്. എന്നാലോ ഹത്താ യഖിന്ന തഹസ്സുറുഹു ഫിൽ ആഖിറതി, ആഖിറത്തിലുള്ള ബേജാറ് കുറക്കാന്ന്, തീരെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല, കുറച്ച് കുറവ് വരുത്താം. എപ്പോ ഇദാ റഅ ദറജാത്തിൽ ആമിലീൻ, ആമിലീങ്ങളുടെ ദറജ കാണുമ്പോൾ പരലോകത്തുണ്ടാകുന്ന ബേജാറുണ്ടല്ലോ, അത് കുറക്കാൻ പറ്റും. കാരണം ഇത് ലൗ തറക ജമീഅ ദാലിക ലതാലത് ഹസ്റതുഹു, എല്ലാം ഉപേക്ഷിച്ചാൽ എന്താകും, ഈ ഹസ്റത്ത് വല്ലാണ്ട് കൂടി പോകുമെന്ന്, കുറഞ്ഞു കിട്ടും. ഇനി വമഅലൂമൻ അന്ന മൻ തറക്കൽ അമല വജലസ ആതിലൻ ബാതിലൻ, ഓക്കെ, അമല് പറ്റ ഉപേക്ഷിച്ചിട്ട് ആറ്റിലായി ബാത്തിലായി, ഒന്നുമില്ലാണ്ട് ശൂന്യമായിട്ട് വെറുതെ ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ വർത്താനം മാറ്റി കെട്ടി തൂക്കി വെക്കുക തന്നെ. കുറേ ബയലുകളുണ്ടെങ്കിൽ തൂക്കിയിട്ട് അങ്ങനെ പോകാൻ തന്നെ കിരിക്കുമ്പം നടക്കുമ്പം ആഖിറത്തിൽ അവന്റെ ദുഃഖം നീണ്ടുപോകും. വലാ യകൂനു ഫീഹി ഖൈറുൻ വലാ ബറക, ഖൈറുമില്ല ബറകത്തുമില്ല. വലൗ അൻകറ അലാ അഹദിൻ ഫീ സ്വലാത്തിൻ ഔ സകാത്തിൻ ഔ നഹവി ദാലിക, ഇയാൾ പോയിട്ട് എന്താക്കുന്നത്, ഇൻകാറാക്കുന്ന ഒരാളോട്, എൻ്റെ നിൽക്കാരം ശരിയായിട്ടില്ല, നിന്റെ നിൽക്കാരം അങ്ങനെയാണ്, നിന്റെ സക്കാത്ത് ശരിയായിട്ടില്ല, അങ്ങനെയാണ്. എത്തരത്തിൽ ബഹുവ മുതലബ്ബിസും ബിമ അൻകറഹു, മറ്റോനെ വിരോധിച്ച കാര്യം ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട്. സിഗരറ്റ് വലിച്ചോണ്ടാന്ന്, പുകവലി പാടില്ലേ, പുകവലി നാശമാണ്, കറാഹത്ത, ഈ പറഞ്ഞോണ്ട് എന്താ കാര്യം? എന്ത് പകരത്തിനെത്താനാണ്? അവന്റെ ഹസറത്ത് ഏറും. മറ്റുള്ളവർക്ക് ഉപകാരം കണ്ട, പ്രത്യേകിച്ചു ഇവിടെ കണ്ടില്ലേ, മീൻ തസ്ബീത്തിൽ ഫുആദ്, അബ്ദുല്ലാഹി തങ്ങളുടെ വലിയ പ്രസിദ്ധമായ കിതാബാണ്. പക്ഷെ മൂപ്പര് കൈകൊണ്ട് എഴുതിയതല്ല, മൂപ്പര് വായു മൊഴി എന്താക്കും, ശിക്ഷ ഒരാളുണ്ട്, മൂപ്പര് ഒന്ന് മുണ്ടി അന്നേരം എഴുതും. എന്നിട്ട് എല്ലാം ശേഖരിച്ചിട്ട് മൂപ്പരത്തെ വായിച്ച് കളിപ്പിക്കും. ഉസ്താദിന്റെ പക്കത്ത് ഇന്നത് കേട്ടിട്ടുണ്ട്, ശരി തന്നെയാണ് നോക്കുന്നത്, എന്താക്കും, എല്ലാം ഒപ്പിച്ച് പ്രശ്നം കൊടുക്കാം. അതാണ് തസ്ബീത്തിൽ ഫുആദ്. മൂപ്പര് എഴുതിയ കിതാബില്ലെന്നാണ്. وقال بعض العلماء പറയുന്നു ليس في القيامة من الحسنات أشد من ثلاثة, മൂന്ന് കൂട്ടക്കാരേക്കാൾ ബേജാറും ഹസനത്തും ഖിയാമത്ത് നാളിൽ ഏറിയ കൂട്ടർ വേറെയില്ല. ആരാണ്? റജുലുൻ മലക അബ്ദൻ, ഒരു അബ്ദിനെ മിൽക്കാക്കി. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. റജുലുൻ കാന ലഹു അബ്ദുൻ, അതിന്റെ ഒരു വ്യാഖ്യാനം. ഫഅല്ലമഹുൽ ഇസ്ലാം, അബ്ദിന് ഇസ്ലാമിനെ പഠിപ്പിച്ച്, വശറാഇയ, മറ്റു മസ്അലകളും പഠിപ്പിച്ച്, ഫതഅൽ അബ്ദു, ആ അടിമ എന്താക്കി, വെളിപ്പെട്ട്, വലം യുത്ഇൽ മൗല, മൗലയോ ഒന്നും ചെയ്തില്ല, റബ്ബഹു, റബ്ബിനെ വെളിപ്പെട്ടതുമില്ല. അതാണ് ഇത് റജുലുൻ കാന ലഹു അബ്ദുൻ ഫജാഅ യൗമൽ ഖിയാമത്തി അഫ്ളല അമലൻ മിൻഹു എന്ന് പറഞ്ഞത്. ഫദാലിക യുഹ്മലു ഇലൽ ജന്നത്തി, ആ അബ്ദാകുന്ന മനുഷ്യനുണ്ടല്ലോ, അയാളെ സ്വർഗത്തിലേക്ക് അനയിക്കപ്പെടുന്നു. വയുഹ്മലുൽ മൗല ഇലന്നാർ, മൗല നരകത്തിലേക്ക്. അതൊന്ന് നേരത്തെ പറഞ്ഞ് സുഫ്യാൻ ഇബ്നു ഉയൈന പറഞ്ഞത്. ഇനി രണ്ട്, വറജുലുൻ കസബ മാലൻ മിൻ കുല്ലി വജ്ഹിൻ, എല്ലാ വിധത്തിലും മുതൽ സമ്പാദിച്ച്, ഫലം യുഖദ്ദിമുഹു, പരലോകത്തിലേക്ക് ഒന്നും മുന്നിട്ട് കൊടുത്തില്ല.
ഫവരിസഹു ഗൈറുഹു മറ്റൊരാൾ അനന്തരമെടുത്തിട്ട് ഫഅമില ഫീഹി ബിത്വാഅതി താഅത്ത് കൊണ്ട് അമൽ ചെയ്തു ഫഖദ്ദമഹു ലിനഫ്സിഹി സ്വന്തം നഫ്സിന് വേണ്ടി എന്താക്കി പരലോകത്ത് അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് വറജുലുൻ ലഹു മാലുൻ ഫലം യതസദ്ദഖ മിൻ ഫമാത ഫവരിസഹു ഗൈറുഹു എന്ന് പറഞ്ഞു ഫഹുവ നാജിൻ വസാഹിബുഹു മുആഖബ് മുതലിൻ്റെ ആദ്യത്തെ സാഹിബുണ്ട് അയാൾ ശിക്ഷിക്കപ്പെട്ടു മറ്റയാൾ രക്ഷപ്പെട്ടു. ഇനി മൂന്നാമത്തെ എന്താ വറജുലുൻ ആലിമ ശരിക്കും ഈ വ്യാഖ്യാനം അടയറിന് വേണ്ടി വറജുലുൻ ആലിമുൻ യംതഫി ബിഇൽമിഹി അല്ലേ അതാ വറജുലുൻ അല്ലമന്നാസ ഇൽമൻ ഫഅമിലു ബിഹി വലം യഅമൽ ബിഹി ജനങ്ങൾക്ക് പഠിപ്പിച്ചു ജനങ്ങൾ അമൽ ചെയ്തു ഇയാളൊന്നും ചെയ്തുമില്ല ഫഫാസു ജനങ്ങൾ രക്ഷപ്പെട്ടു ഫക്കാന ഹുവൽ ഹാലിക് ഇയാൾ ഹാലിക് നേരത്തെ അതാ സുഫിയാൻ ഇബ്നു ഉയൈന പറഞ്ഞതിൻ്റെ ഒരു വ്യാഖ്യാനത്തോടുകൂടി പറഞ്ഞു. وعن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم مررت ليلة أسري بي എനിക്ക് ഇസ്രാ നൽകപ്പെട്ട രാത്രി ഞാൻ നടന്ന് ബിഅഖ്വാമിൻ ഒരു ഖൗമിൻ്റെ അടുക്കൽ തുഖറദു ശിഫാഹുഹും അവരുടെ ചുണ്ടുകൾ വായിൻ്റെ ചുണ്ട് നെറുക്കപ്പെടുന്ന ബിമഖാരിള മിൻ നാർ നരകത്തിനാലുള്ള കത്രികളെ കൊണ്ട് നെറുക്കുന്നു. فقلت يا من هؤلاء يا جبريل عليه السلام അതാരാന്ന് قال خطباء أمتك തങ്ങളുടെ ഉമ്മത്തിൽ കുറേ പ്രാസംഗികന്മാരാണ് الذين يقولون ما لا يفعلون അവർ ചെയ്യാത്ത കാര്യം നന്നായിട്ട് പ്രസംഗിക്കും ആ പ്രാസംഗികന്മാരാണ് അവൻ. അഖ്റജഹു ഇമാം അഹ്മദ് ഫീ മുസ്നദിഹി. قال سيدنا الحبيب عبد الله الحداد رضي الله عنه പറഞ്ഞു هذا الوعيد ഈ കർശനമായ വഈദിലെ താക്കീത് നരകശിക്ഷകളുടെ താക്കീത് إنما يتحقق في حق من يدعو إلى الله تعالى على نية الدنيا ദുന്യാവിനെ സമ്പാദിക്കാനുള്ള നിയ്യത്തോടുകൂടി ജനങ്ങൾ എന്താക്കുന്ന അള്ളാഹിലേക്ക് ക്ഷണിക്കുന്നു. ജനങ്ങളിൽ ഇസ്ലാമാകാനല്ല ലക്ഷ്യം പൈസ കിട്ടലാണ് അവർക്കും ഈ തഹഖുഖാകും. ഖൈറിന്റെ മേൽ അവർ പ്രേരിപ്പിക്കുന്നു. മുസ്ലിം അലാ തർക്കിഹി ഉപേക്ഷിക്കുന്നവരെപ്പം ജീവിതം മുന്നോട്ട് പോകുന്നു. ഷർറുകളെ തൊട്ട് ജനങ്ങളെ പേടിപ്പിക്കും. ചെയ്യുന്ന മേൽ അയാൾ നിലനിൽക്കുന്നുണ്ട്. ഒന്ന് ജനങ്ങൾക്ക് കാണിക്കലാണ് സുംഅത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ള പറഞ്ഞ് കേൾക്കലാണ്. ഇനി നേരെ മറിച്ചു വെക്കും അള്ളാഹുവിൻ്റെ ബാബിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ജലൂമു നഫ്സഹു സ്വന്തം നഫ്സിനെ ആക്ഷേപിക്കുകയാണ്. സ്വന്തം നഫ്സിനെ ഇപ്പം ഞാനിതുപോലെ ആയില്ല ഞാനീ പറയുമ്പോഴൊന്നുമല്ല ഞാൻ പ്രഹൃതി ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ എന്ത് പറഞ്ഞാലും ലിമത്തൂലൂന മാല ഞാൻ നമ്മൾ അധ്യക്ഷം വഹിച്ച തങ്ങളില്ല ഇപ്പം തൊട്ട് നഫ്സിനെ ആക്ഷേപിക്കുകയും അതിനെ അടക്കി നിർത്തുകയും ചെയ്യുന്നു. നിങ്ങൾ പറഞ്ഞ കാര്യം നീ സ്വയം പ്രവർത്തിക്കണമെന്നുണ്ടാകുന്ന നഫ്സിനോട് തന്നെ പറയുന്നു. അയാളോ മർജുബത്തുല്ലഹു അദ്ദേഹത്തിന് നജാത്ത് ആഗ്രഹിക്കാം. നജാത്ത് റജാവുള്ള കാര്യമാണ്. വഅലാ കുല്ലി ഹാലിൻ എങ്ങനെയായാലും വല്ലദീ യഅലമു വലാ യഅമലു അറിഞ്ഞിട്ട് അമൽ ചെയ്യാത്ത ആൾ അഹ്സനു ഹാലൻ അയാൾ കുറച്ച് മെച്ചപ്പെട്ടാണ് കാണുക. അയാൾക്ക് രണ്ടിൽ ഒന്നുണ്ടല്ലോ ഇൽമും അമലും എന്നുള്ള ഇൽമാടുണ്ടല്ലോ അത് വേണേൽ എപ്പം കുഴക്കണ്ടെങ്കിൽ എടുക്കാല. അയാൾ അഹ്സൻ ഹാലാണ് വാർഷദു തരീഖത്തൻ വഅഹ്മദു ആഖിബത്തൻ ആഖിബത്ത് സ്തുത്യർഹമാണ്. അയാൾ തരീഖിൽ റഷാദുള്ളാണോ മിനല്ലദീ ലാ യഅമലു വലാ ഇൽമും ഇല്ല അമലും ഇല്ലാത്ത ആളെ അപേക്ഷിച്ച് അയാൾക്ക് ഇൽമെങ്കിലുണ്ടല്ലോ ഇവിടെ തിരുത്താലോ. ഇൻതഹ മിൻ റിസാലത്തിൽ മുആവന അബ്ദുല്ലാഹി അൽ ഹദ്ദാദ് തങ്ങളുടെ റിസാലയാണ് മുആവന. 12 റിസാലുണ്ട് അവർക്ക്. ഇനി ഹൽ യുസമ്മ മൻ ലാ യഅമലു ബിഇൽമിഹി ആലിമൻ ഇൽമു കൊണ്ട് അമലില്ലാത്ത ഒരാൾക്ക് ആലിമ് എന്ന പേര് കൊടുക്കാൻ പോകുന്നു.
قال سيد الإمام عبد الله بن علوي الحداد رضي الله عنه العالم إذا لم يعمل بعلمه لا يقال عندنا عالم. ഒരാലിമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഇൽമു കൊണ്ട് അമലില്ല, പണി വേറൊന്നും. എന്നാൽ നമ്മളെടുക്കൽ ആലിമെന്ന് ആളെ പറ്റി പറയൂല എന്നാണ്. അപ്പം പിന്നെ അയാൾ പഠിച്ചിട്ടില്ലേ? പഠിച്ചത് ഇല്ല യുക്കാല വേണമെങ്കിൽ പറഞ്ഞ ആലിമും ഫാജിർ എന്ന് പറഞ്ഞു. ആലിമിന് പുറക്കണ്ട, ഒരു ഫാജിർ എന്ന് കൂട്ടിക്കൊടുത്തേ. എന്തുകൊണ്ട്? ഫുജൂറ് കൊണ്ട് ബസ് പറയുക. വൽ ജഹ്ലു അലാ ഹാദാ, എന്നാൽ ഇതിനേക്കാണ് നല്ലത് അസ്ലം, അതാ ജഹിലാണ് അസ്ലമു ലഹു, അവന് മെച്ചം. ഫുജൂർ എന്നുള്ള കൈതൊട്ടിയില്ലല്ലോ. വതഖരീബുഹു മഅ ഹാദൽ വസ്ഫി ഫീഹി ഹാദമുൽ ലിദ്ദീനി അക്സറു. ഈ വസ്ഫുള്ളപ്പോൾ, ഇങ്ങനെ ആലിമും ഫാജിറുൻ എന്നുള്ള വസ്ഫുള്ളപ്പോൾ അയാളെ വലിയാളാക്കിയിട്ട് അടുപ്പിക്കൽ ദീനിന് പൊളിവുണ്ടാക്കലാണ്. ദീനിന് കാഴ്ച വെക്കലില്ലേ? അത് ദീനെ പൊളിക്കലാണ്. وقال رضي الله عنه إن العلم ما نفع ومن علم وما عمل فليس بينه وبين الجاهل فرق. കണ്ട, ഒരു ഇൽമ് ഉപകാരത്തിനെത്തിയിട്ടില്ല, അങ്ങനെ ഒരാളെ അറിഞ്ഞിട്ട് അമലില്ലെങ്കിൽ പിന്നെ ജാഹിൽ തമ്മിൽ വ്യത്യാസം ഇടയിൽ കിടക്കുന്ന ചോദ്യം ഉണ്ട്. ഇല്ല മിൻ ഹൈസ് അന്ന ഹുജ്ജത്തല്ലാഹി അലൈഹി ആക്കതു. ഈ പഠിച്ചവന്റെ മേലിൽ അള്ളാഹിന്റെ ഹുജ്ജത്ത് ശക്തി കൂടി. എനിക്ക് അറിവ് തന്നിട്ടില്ലേ, നീ എന്തെങ്ങനെയായിന്ന് അള്ളാഹിന്റെ അങ്ങനെ വെക്കുമ്പോൾ ജക്കൂനുൽ ജാഹിലു ഹസന ഹാലം മിന്നു, അവനേക്കാള ഹസനാണ് ആര്? ജാഹിലായ ആള്. ولذلك قيل كل علم لا يعود عليك نفعه فالجهل أعود عليك منه എന്നാ പറഞ്ഞത്. ഏതൊരു ഇൽമും അതിൻ്റെ നഫ്അ് നിന്നിലേക്ക് എത്തുന്നില്ലേ, എന്നാൽ ജഹലാണ് ഇതിനേക്കാണ് നല്ലത്. وعن سفيان بن عيينة رضي الله عنه أجهل الناس من ترك العمل بما يعلم. അറിയുന്നത് കൊണ്ട് അമൽ ചെയ്യാത്ത ആളുണ്ടല്ലോ, അയാളെ ഏറ്റവും അജ്ഹലി, അയാൾക്ക് പിന്നെ ഇൽമയില്ല, അജ്ഹലി. വഅലമുന്നാസി മൻ അമില ബിമാ യഅലമു, അറിഞ്ഞത് കൊണ്ട് എന്താക്കുന്നുണ്ട്? അമൽ ചെയ്യുന്നുണ്ട്, അതിന് കറക്റ്റ് പോലെ. എന്നാൽ അയാൾ അലമുന്നാസ് എന്നാ പറയുന്നത്. വഅഫ്ദലുന്നാസി അഖ്ശഉഹും ലില്ലാഹി തആല, ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആലക്ക് ഏറ്റവും ഭയപ്പെടുന്ന ആളാണ് അയാൾ അഫ്ദലുന്നാസ്. قال الإمام شهاب الدين السهروردي رضي الله عنه, നമ്മുടെ അവാരിഫിന്റെ മുസന്നിഫ്, بعد نقل ذلك, ഇത് ഉദ്ധരിച്ചതിന് ശേഷം വഹാദാ ഖൗലുൻ സഹീഹുൻ എന്ന് മൂപ്പറതിന് സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇത് സഹീഹായ ഖൗലാണ്. യഹ്കുമു, അതെ, സുഫിയാൻ ഇബ്നു ഉയൈന പറഞ്ഞ കലാമ് വളരെ ശരിയാന്നാ മൂപ്പർ പറഞ്ഞത്. എന്തുകൊണ്ട്? ബിഅന്നൽ ആലിമ ഇല്ലം യഅമൽ ബിഇൽമിഹി ഫലൈസ ബിആലിം. ഒരാലിമ് ഇൽമു കൊണ്ട് അമൽ ചെയ്തിട്ടില്ല, പിന്നെ ആൾ ആലിമല്ലല്ലോ. എന്നാൽ പിന്നെ ആൾ സ്റ്റേജ്മ കയറ്റിയ കുറേ മണിക്കൂർ ഭയങ്കരമായിട്ട് പ്രസംഗിക്കുന്നില്ല, അത് പ്രാസംഗികൻ. പ്രസംഗം പറയില്ല, വേണ ഇൽമില്ലാക്കുള്ള പ്രസംഗിക്കാൻ കഴിയോ? لا يغرنك تشدقه واستطالته وحذاقته وقوته في المناظرة والمجادلة. അയാളെ തൊണ്ട തുറന്നിട്ടുള്ള ഭയങ്കര കൂറ്റലെടുത്തിട്ടുള്ള പ്രസംഗം ഉണ്ടല്ലോ, തശദ്ദുഖ്, അതൊന്നും നിന്നെ വഞ്ചിതനാക്കണ്ട. അതുപോലെ അയാൾ നാവ് നീട്ടി സംസാരിക്കൽ വഞ്ചിതനാക്കണ്ട. അയാൾക്ക് എന്തുണ്ട്? മുനാദറ നടത്താനും മുജാദല നടത്താനൊക്കെ ഒരുപാട് കഴിവുണ്ട്, അതൊന്നും നിന്നെ വഞ്ചിതനാക്കണ്ട. ഫഇന്നഹു ജാഹിലുൻ വലൈസ ബിആലിം, അയാൾ ജാഹിലാണ്, ആലിമയല്ല എന്നാകണാണ്. ഇല്ലാ യതൂബല്ലാഹു അലൈഹി, അവൻ തൗബ ചെയ്യുക, അല്ലാഹു തആല തൗബ സ്വീകരിക്കുക എന്നല്ലാതെ വേറെ മാർഗ്ഗമില്ല. നഖലഹുൽ ഇമാമുൽ ജാഫിഈ ഫീ നശ്റിൽ മഹാസിൻ, അവരുടെ കിതാബ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. നശ്റുൽ മഹാസിൻ എന്താ ചട്ടിക്ക് വെച്ചിട്ടുണ്ട്. അയാൾ തൗബ ചെയ്യണം, തൗബ ചെയ്തിട്ട് അല്ലാഹു തൗബ സ്വീകരിക്കണം. വക്കാല ഷാർ, തൗബ തന്നെ കടലാസല്ലേ, തമ്പുരാൻ പാട്ടല്ലേ, അതെല്ലാം നമുക്ക് മനസ്സിലാക്കി. പക്ഷെ എന്നാലും പണ്ടത്തെ തിരിച്ചു വരൂ. ഇവിടുന്ന് മായുമ്പൊക്കെ കേണിക്കുമ്പൊക്കെ പണ്ടത്തെ ജഹാലത്ത് കാത്തു നിൽക്കുന്നുണ്ട് പൊടികൂടെ. ഇന്നത്തെ ഒരാൾ പറഞ്ഞു മോളിലടിക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് അങ്ങനെയല്ല, എങ്ങനെ വേറൊരാൾക്ക് കണക്കാക്കിയ രസിക്ക് നിങ്ങൾക്ക് കിട്ടൂല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഒക്കെ ബോധ്യപ്പെട്ട് ഏണിക്കുമ്പോൾ കഥാ വേറൊരാളെ രസിക്ക് നമ്മൾ തന്ന് നമ്മളെ രസിക്ക് വേറൊരാളെ തിന്നു തിരിച്ചു വരുന്നുണ്ട്. താലാട് നിൽക്കുന്നുണ്ട് ഏണിനാട്ടില്ലേ, ആ പണ്ടത്തെ ബഹുമ്
ആ എന്താന്ന് നമുക്ക് വളമ്പി തന്നിട്ട് പിന്നെ അന്ന് ഒരാളെടുത്തോണ്ട് പോയി. അപ്പോൾ നമുക്ക് തന്നിട്ട് ഡിസ്ക് പോയില്ലേ, ഞാൻ നയിക്കൊണ്ട് കിടക്കാൻ ഞാൻ തിന്നോണ്ടൊക്കെ പറഞ്ഞു ഉസ്താദിൻ്റെ അപ്പം എനിക്ക് വേണം. അന്നും പറ്റില്ല, തളുകിയോടെ വേണമെന്ന് തളുകിയോടെ എടുത്തു. അപ്പോൾ എനിക്ക് കത്തിലടയ്ക്കുക, അയാളെ ഡിസ്കാന്ന്. അവസാനം എനിക്ക് കത്തിൽ വേണമെന്ന് ഇറങ്ങിയോ. അപ്പോൾ അവിടെ ബോറ് അപ്പോൾ ഇതെല്ലാം ബീത്തി വെച്ചിട്ടുണ്ട്, അത് ആരോ തിന്നാണ്ട് പോയിട്ട് ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഞാനത് തിന്നു. അപ്പോൾ അതാണ് എൻ്റെ ഡിസ്ക്. നമ്മളിപ്പം പറഞ്ഞതിൻ്റെ പുലർച്ചെന്ന് പറഞ്ഞു. അപ്പൊ മുനാദറയിലും മുജാദലയിലൊക്കെ അയാൾക്ക് ഭയങ്കര കഴിവാണ്, അതൊന്നും ഇവിടെ നോക്കണ്ട. ലൈസ ബികാഫിൻ റബ്ബഹു ശറഫ ഇല്ലം യകുൻ അമലുൻ മാ ഫീഹി തൽബീസു. ലൗ കാന ബിൽ ഇൽമി മിൻ ദൂനി തുഖാ ശറഫുൻ ലകാന അഫ്ളല ഖൽഖില്ലാഹി ഇബ്ലീസു. അൽ ഇൽമു ലൈസ ബികാഫിൻ റബ്ബഹു, ഇൽമ ഉടയ ഒരു മനുഷ്യന് ഷറഫുണ്ടാക്കുന്നതല്ല. ഇല്ലം യകുൻ അമലുൻ, അമലില്ലെങ്കിൽ ആ ഇൽമ കൊണ്ട് ഒരാളുണ്ടാവില്ല, ഷറഫ് കൊടുക്കൂല. മാ ഫീഹി തൽബീസ്, അങ്ങനെ തമ്മിലുണ്ടാകും തൽബീസ് ഇല്ലാത്തത്, റിയാവും മറ്റുള്ളവരെ ബോധിപ്പിക്കലൊന്നും ഇല്ലാത്ത ഒരമൽ അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ ഇൽമ കൊണ്ട് ഷറഫില്ല. അങ്ങനെയാണോ ലൗകാന ബിൽ ഇൽമി മിൻ ദൂനി തുഖ, തഖ്വയില്ലാത്ത ഒരാൾക്ക് ഇൽമ കൊണ്ട് മാത്രം ഷറഫുണ്ടാവുകയാണെങ്കിൽ ലക്കാന അഫ്ളല ഖൽഖില്ലാഹി, ആണ് ഇബ്ലീസ് ആവേണ്ടതല്ലേ. ഓനിക്ക് എല്ലാം മസാല അറിയാല, ഓനിക്കറിയാത്ത ഇൽമുണ്ടോ ബാക്കി? ഇബ്ലീസല്ലേ ആവേണ്ടത്. തംബീഹ് ഖാല സയ്യിദുൽ ഇമാം മുഹമ്മദ് ഇബ്നു സൈൻ അൽ ഹബശി റളിയല്ലാഹു അൻഹു ലാ യഅരിഫ്. ഇനി പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് ഒരു ആലിമിന്റെ മേൽ വിധിക്കാൻ അധികാരമില്ല. ആലിമിനെ തിരിയുള്ളൂ, അയാൾക്ക് അമലുണ്ടോ ഇല്ലോ എന്നോ നിങ്ങൾക്ക് പുറത്തു കൊടുക്കാൻ അധികാരം ഇല്ല എന്ന് പറയും. ലാ യഅരിഫു കൗനൽ ആലിമി ലം യഅമൽ ബിഇൽമിഹി. മനസ്സിലാക്ക്, ലാ യഅരിഫു അറിയൂല, എന്തറിയൂല, അതിന്റെ മഫ്ഊല് കൗനൽ ആലിമി, ഒരാലിമ് ആവൽ, ലം യഅമൽ അമൽ ചെയ്തിട്ടില്ല, ബിഇൽമി. ഒരാലിമുണ്ട്, അയാലിമ് ഇൽമുകൊണ്ട് അമൽ ചെയ്തിട്ടില്ല എന്നത് തിരിയൂല. ഇല്ല ആലിമുൻ ആഖർ, വേറൊരു ആലിമിനല്ലാതെ തിരിയൂല. നിങ്ങൾ കാണാത്ത ഇൽമുണ്ടാകും അദ്ദേഹത്തിന്, അമലുണ്ടാവാം. എന്തുകൊണ്ട്? ലിഅന്നൽ ഖാസിറ ലാ യഅലമു ഹഖീഖത്തൽ ഇൽമി, ഇൽമില്ലാത്ത ഖാസിറായ വ്യക്തി ഉണ്ടാവില്ല ഹഖീഖത്തുൽ ഇൽമിനെ അയാൾ അറിയൂല. എന്നിട്ട് വേണ്ട ഹത്താ യഹ്കുമ ബിവുജൂദിഹി വഅദമി, ഉണ്ടോ ഇല്ലെന്ന് തീരുമാനിക്കാൻ അയാൾക്ക് അധികാരം ഇല്ലെന്ന്. അതുകൊണ്ട് ഫലാ യസിഹു വലാ യുഖ്ബലു മിൻഹുൽ ഇൻകാറു ബിഹാൽ, ഈ ആലിമല്ലാത്ത ഖാസിറായ മനുഷ്യനെ ഇൻകാറാക്കൽ സഹീഹുമല്ല, അത് സ്വീകാര്യവുമല്ല ഒരു വിധേനയും. അത് വെറും വാക്കായി തള്ളിക്കൊള്ളാം. ഇനി വഅയ്ദൻ ഫലാ യുസദ്ദഖു ആലിമുൻ ഫീ ആലിമിൻ ആഖർ, മറ്റൊരു ആലിമിന്റെ വിഷയത്തിൽ മറ്റൊരു ആലിമ് പറഞ്ഞാൽ അത് തസ്ദീഖാക്കാനും കഴിയില്ല. പക്ഷാക്ക ഇല്ല ഇൻകാന വരിയാൻ തഖിയ്യൻ, ഇയാൾ നല്ല വറഉം തഖ്വയുമുള്ള ഒരാളാണ് ഈ ഹുക്ം കൊടുക്കുന്നത്, അയാൾ നല്ലൊരു ആലിമാണ്, നമുക്ക് അംഗീകരിക്കാം. വലം യകുൻ ഖസ്ദുഹു, അദ്ദേഹത്തിന്റെ ഖസ്ദാകാനും പാടില്ല. ഇല്ലൻ നുസ്ഹ ലില്ലാഹി വലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കും അള്ളാഹ്ക്കും നുസ്ഹല്ലാത്ത ഖസ്ദ് ഉണ്ടാകാനും പാടില്ല. മദ്ഹ് ചെയ്യലുകൊണ്ടോ ദമ്മ് ചെയ്യലുകൊണ്ടോ എന്തെങ്കിലും ഇത് വേണ്ടേ. ഫഹീന യുസദ്ദഖു ഫീ ആലിമിൻ ആഖർ, അങ്ങനെയുള്ള അവസരങ്ങളിൽ മറ്റൊരു ആലിമിനെ പറ്റി പറയുന്നത് തസ്ദീഖാക്കാം. പാർട്ടി വിരോധം കൊണ്ട് പറയുന്ന നാളൊന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. അതുകൊണ്ട് ലില്ലാഹി വലിൽ മുസ്ലിമീൻ സഹല്ല അസൂയൻ. ഇനി ഈ ആമാല് എന്താവൂല, മൗത്തോട് കൂടിയല്ലാണ്ട് അവസാനിക്കൂല. ഞാൻ വാസിലായി, എനിക്ക് ഇപ്പം ഇനി റെസ്റ്റാന്ന്, ഞാൻ വലിയ ഔലിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മടങ്ങിയിരിക്കാനൊന്നും ഇവിടെ ആർക്കും നിർത്തിയില്ല. ഇപ്പം അതാ പറയില്ലേ, മുഹമ്മദ് റബ്ബക്കാത്ത എഴുത്തേക്കൽ യക്കീൻ എന്ന് പറഞ്ഞാൽ ആ യക്കീൻ വന്ന ഒരു പണിയും വേണ്ട, അവിടെ വെറുതെ ഇരുന്നാൽ മതി. സുഇലൽ ജുനൈദ് റളിയല്ലാഹു അൻഹു അത്തക്ലീഫു ബിൽ അമാലി ലാ യസ്ഖതു ഇല്ലാ ബിൽ മൗത്ത്, അമാല് കൊണ്ടുള്ള തക്ലീഫ് മരിച്ചാലല്ലാണ്ട് തീരൂല. മുക്കല്ലഫാന്റെ കാലത്തോളം പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ടോ എന്ന് അതിനനുസരിച്ച് തക്ലീഫ് അവിടെ ബാക്കിയുണ്ട്.
സുഇലൽ ജുനൈദ് റളിയല്ലാഹു അൻഹു ഹൽ യബ്ലുഗു അഹ്ലുൽ മഅരിഫ മഅരിഫത്തിന്റെ അഹ്ലുകാർ എത്തുമോ ഇലാ ഹദ്ദിൻ ഒരവസ്ഥയിലേക്ക് എങ്ങനത്തത് തസ്ഖുതു മഅൽ ഹറകാതു മിൻ അമാലിൽ ബദി ഗുണകരമായ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിക്കപ്പെടുന്ന ഒരു ഹദ്ദിലേക്ക് എത്തും എല്ലാ പണി തീർന്നു അല്ലേ ഫഖാൽ അപ്പം കൊടുത്ത മറുപടി എന്താണെന്നറിയോ ഇന്ന ഹദാ അലീം ഈ പറഞ്ഞ വാക്ക് വളരെ ഗൗരവമേറിയ വാക്കാകുന്നു വല്ലദീ യസ്രിഖു വയസ്നി അഹ്സനു ഹാലൻ മിമ്മൻ യഖൂലു ഹാദാ ഇങ്ങനത്തെ ഒരു വാക്ക് പറയുന്ന ഒരാളേക്കാൾ കക്കുന്നവന് സിനാ ചെയ്യുന്നവനാണ് അഫ്ളൽ ഇതിനേക്കാണ് നല്ലത് കക്കനും സിനാ ചെയ്യലാണ് അതുകൊണ്ട് അത് നല്ലതെന്നല്ല ഇവനേക്ക് ചേർത്തിട്ട് കാരണം ഇവൻ ഉസൂല് തന്നെ പൊളിച്ച് വലൗ ഇസ്തു അൽഫ സനത്തിൻ ഞാൻ 1000 കൊല്ലം ജീവിക്കുകയാണെങ്കിൽ ലം അത്റുക ദർറതൻ മിമ്മാ അലൈഹി മിൻ അമാലിൽ അന അലൈഹി മിൻ അമാലിൽ 1000 കൊല്ലം ജീവിച്ചാൽ ഞാൻ ഇന്ന് ചെയ്തു വരുന്ന അമാലുൽ ബിറിൽ നിന്ന് ഒരണുമണി തൂക്കം കുറക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അപ്പൊ ഇത്തരക്കാരുടെ ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ എല്ലാം മാതൃകയാക്കിയത് ഓരോ തരീക്കത്താന്നും ഹദീസൊക്കെ തങ്ങൾ തരീക്കത്താന്നെല്ലാം പറയുന്നുണ്ടല്ല, അത് വെറും അഡ്രസ്സാണ്. വക്കീൽ അലി അബി അലി റൂദബാരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു പറയുന്നു, ആരാ റൂദബാരി? അശ്ശൈഖുൽ ആരിഫ് ബില്ലാഹി അബൂ അലിയിൻ അഹമ്മദ് ബിൻ മുഹമ്മദ് റൂദബാരി അൽ ബഗ്ദാദി. വഫാത്ത് 323 പഴയ ആളാ. അഹദു അയിമ്മത്തി സൂഫിയ, സൂഫിയാക്കള നേതാക്കന്മാർ ഒരാള്. സാഹിബൽ ജുനൈദ, ജുനൈദ റളിയല്ലാഹു അൻഹു സാഹിബാണ് തസവൂഫിൽ. ഇപ്പം പറഞ്ഞേ വബിനി സുറൈജിൻ ഫിൽ ഫിഖ്ഹി, ഫിഖ്ഹിൽ ഇബ്നു സുറൈജ. വസഅലബൻ ഫിൽ നഹ്വി വഇബ്രാഹിം അൽ ഹർബി ഫിൽ ഹദീസ്. ഓരോ ഫന്നിലും ഓരോ ഉസ്താദന്മാരാണ്. അഖാമ ബി മിസ്ര, മിസ്റിലാണ് താമസം. വസാറ ഷെയ്ഖഹ, മിസ്റിലുള്ള വലിയ ഷെയ്ഖാണ്. വകാന ഫഖീഹൻ മുഹദ്ദിസൻ. قال أبو علي بالكذب ما رأيت أحدا أجمع العلم الشريعة والحقيقة من الرൂദബാരി. ശരീഅത്തിൻ്റെയും ഹഖീഖത്തിൻ്റെയും ഇൽമിനെയും സംഘടിപ്പിച്ച് ഒരുമിച്ച് കൂട്ടിയ ഒരാളെ റൂദബാരിയേക്കാൾ ഒരാളെ കണ്ടിട്ടില്ല എന്നാണ് അവരുടെ ചോദ്യം. ഇന്ന അക്വാമൻ യത്റുകൂന തകാലീഫ്, തകാലീഫുകളെല്ലാം ഒഴിവാക്കുന്ന ഒരു കോമുണ്ട്. എന്നിട്ടോ വയസ്സുമൂന അന്നഹും വസലു, അവർ വാസിലായി എന്നാണ് വാദം അല്ലേ? ഫഖാല, അതെ വാസിലായിട്ടുണ്ട്. ഇലാ സഖർ, നരകത്തിലേക്ക് വാസിലായിട്ടുണ്ട്. കാര്യം ശരിയാണല്ലോ. കഞ്ഞിമൽ ഇശച്ചപ്പോൾ നിങ്ങൾ ആഫറാണ് അമ്മ കഫർത്ത് ബിൽ ജിബത്തി വത്താഖൂത്ത്. ഞാൻ ജിബത്ത് താഖൂത്തിനകത്തോട്ട് കാഫറായെന്ന് എന്തിലുണ്ട്? മറ്റേതില്ലേ ബിർദുൽ ലത്തീഫിന് ചെല്ലുന്നുണ്ടല്ല, ആ കുഫ്രാണ് ഞാൻ പറഞ്ഞത്. അത്ര പ്രധാനം മൂലക്ക്. അതെ, അവർ വാസിലായിട്ടുണ്ടെന്നാണ് വാദം. കാലനഅം, അതേ വാസിലായിട്ടുണ്ട്. വലാകിൻ ഇലാ സഖറ, സഖറിലേക്ക് വാസിലായിട്ടുണ്ട് എന്നാണ് ശരി. വഖാല ഇമാം അൽ ഗസാലി റളിയല്ലാഹു അൻഹു ഇന്ന ഖാതില വാഹിദൻ മിമ്മൻ യഖൂലു ഹാദിഹിൽ മഖാല. ഇത്തരത്തിലുള്ള സംസാരിക്കുന്ന ആളുകൾ എന്താണ്? ഖാതിൽ ചെയ്യണം. വമ അശ്ബഹഹ, ഇതുപോലത്തെ വാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെയും അൻഫഉൽ ഇസ്ലാം, ഇസ്ലാമിന് ഉപകാരപ്രദമാണ് മീൻ ഖാതിൽ അൽഫി ഖാതിൽ. കണ്ടാ? ഖാല ബഅദുൽ ആരിഫീങ്ങൾ പറഞ്ഞു മഖാമു തക്ലീഫി മഖാമുൽ ശരീഫ്, തക്ലീഫിന്റെ മഖാം എന്ന് പറയുന്നത് വലിയ ശരീഫായ പദവിയാണ്. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയനായി ജീവിക്കേണ്ട ബാധ്യസ്ഥനാവുക എന്നുള്ളത് മഖാമുൽ ഷരീഫാണെന്നാ പറഞ്ഞത്. മനസ്സിലാപ്പ? അപ്പൊ തക്ലീഫിനത്തോട് രക്ഷപ്പെടാനുള്ള ഒന്നുമില്ല. വബിഹി യദ്ഖുലുൽ ഇൻസാനുൽ ജന്ന, അതുകൊണ്ടാണ് മനുഷ്യൻ സ്വർഗ്ഗത്തിൽ കയറുന്നത്. വലാ യുഫാരിഖുൽ ഇൻസാന മുദ്ദത ഹയാതിഹി, അവന്റെ ജീവിതകാലം മുഴുവനും അത് അവനെ തൊട്ട് പിരിയൂല. അത് തക്ലീഫ്. എന്നാൽ മഖാമു തകല്ലുഫ് എന്നൊരു മഖാമുണ്ട്. തകല്ലുഫ് എന്ന് പറഞ്ഞാൽ നമ്മക്കിപ്പോൾ ഒരു ദിവസം നോമ്പ് നോക്കണമെങ്കിൽ ഒരാഴ്ച മുമ്പേ ഞെട്ടി കൽബെല്ലാം പറക്കുന്നുണ്ടാവും. ഒരു ദിവസം പട്ടിണി എടുക്കണ്ടേ, നോമ്പ് നോക്കണ്ടേ, അത്ര പ്രയാസകരമായിട്ട് നമുക്ക് തോന്നുന്നു. ഒരു പാചക കണിച്ചട്ടക്കാർ നീക്കിരിക്കണ്ടേ എന്ന് പറഞ്ഞാൽ പഠിച്ചവനെ വല്ലാത്ത കഷ്ടപ്പാടാണ്. മനുഷ്യന് ടെൻഷനും ഹാർട്ടടിപ്പുണ്ടല്ലോ. അതാ തകല്ലുഫ്. പക്ഷെ ഇബാദത്ത് തന്നെ കേൾക്കുമ്പോൾ കേൾക്ക് കൗല എന്നുള്ളൊരു തോക്കല്. ആ തക്ലീഫും തക്കല്ലുഫും രണ്ടും വ്യത്യാസമുണ്ട്. ഫഹുവല്ലദി യുഫാരിഖു, അത് ഓനത്തിട്ട് പിരിഞ്ഞു പോവുകയും ചെയ്യും.
എപ്പോൾ ഇബാദത്തിന്റെ മാധുര്യം കിട്ടിക്കഴിഞ്ഞാൽ തക്കല്ലുഫ് കൊണ്ട് പോയി, തക്ലീഫ് പോകുകയില്ല. അത് അള്ളാന്റെ അഭിപ്രായ പ്രായപൂർത്തിയും ബുദ്ധിയും എത്തിയ ഒരു ഹയ്യായ മനുഷ്യനുണ്ടെങ്കിൽ മരണം വരെ പോകില്ല, തക്കല്ലുഫ് പോയി കിട്ടും. എന്തുകൊണ്ട്? ഇപ്പൊ ഇരുന്നിട്ട് ഖത്മ് തീർക്കണം എന്ന് പറഞ്ഞാൽ ഒരു തക്കല്ലുഫ് ലോത് തന്നെ, അത് വളരെ സഹലാണ്. നാം വിചാരിക്കുന്നുണ്ട് UK ഉമറാജി ഷെയ്ഖ് മൂപ്പർക്ക് 40 ദിവസം നോമ്പക്കണം പറഞ്ഞാൽ ഇന്ന് തന്നെ തുടങ്ങുന്നത്. നമുക്ക് ഇപ്പം നാളെയാട്ട് നമുക്ക് ആരെ നോമ്പൊക്കെ കഴിയില്ല. മൂപ്പർക്ക് എന്ത് വശക്കത്തറിയാതെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ തുടങ്ങില്ല. അവൻ ആലോചിക്കലോ സമയം കത്തിക്കലൊന്നുമില്ല. ഇപ്പം തന്നെ എൻ്റെ സമയം ഒന്ന് ഒരു 10,000 തെക്കറി ഇരുന്നിരിപ്പിച്ചല്ല മൂപ്പർക്കൊരു തകരാറില്ല. നമ്മ പറയണ്ടല്ലേ വലിയോര അനുജനാന്ന് ഉമർ. അതാ അപ്പൊ തക്കല്ലുഫ് വ്യത്യാസമില്ല. അപ്പൊ ചിലർ തക്കല്ലുഫ് നീങ്ങി എന്നത് തെറ്റ് വായിച്ചിട്ട് തക്കലീഫ് നീങ്ങി എന്ന അർത്ഥം വെച്ച് പഴിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. ചിലപ്പോ ഒരു അച്ചടിപ്പടി കൂടിയിട്ടുണ്ടാവും. ഏതാബിലോ പുള്ളിയിലോ നൊക്കത്തേലോ വ്യത്യാസം വന്ന ആശയം തന്നെ മാറിയില്ലേ. തക്കല്ലുഫ് എന്ന് പറഞ്ഞാൽ ഫഹുവല്ലദി യുഫാരിഖുഹു ഇൻസാൻ, ഇൻസാൻ അവനെ തൊട്ട് പിരിയും. എപ്പോഴ്? ഹീന യഫ്അലുൽ അഅമാല സ്വാലിഹ, സാലിഹായ അമല് ചെയ്യുമ്പോൾ മൂർത്താഹം ബിഹ, അതുകൊണ്ട് നല്ല റാഹത്തെടുക്കുന്ന ആളായിട്ട് ചെല്ലിയാൽ എന്തുണ്ടാവും? തകല്ലുഫ് പോയി, അതിന് നല്ല മാധുര്യം കിട്ടി വരും. ഞാൻ കതിറുലാറ് പറഞ്ഞൊക്കെ ഓതാൻ തുടങ്ങുമ്പോൾ തന്നെ എത്ര പേജുണ്ട്, എത്ര സമയം ഇരിക്കേണ്ടി വരും. റാത്തീബിന് ഇരിക്കുമ്പോണ്ടാകും പേജുണ്ട്, ജലാലിയ റാത്തീബിന് ഇങ്ങനെ പേജുണ്ടോ? നമ്മൾ ഇപ്പൊ ഒന്നും തീരൂല, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇരിക്കണ്ട, മറിച്ചോണ്ടിരിക്കും. ചില എന്താക്കും ഉസ്താദിന് തസ്ബീഹ്ക്ക് പീസില്ല തോന്നുന്നു അല്ലേ? 33 പീസ് വരത്തില്ലേ? പീസില്ല. ഞാൻ നെയ്ച്ചോറ് വന്നിട്ടുണ്ട്, വഹിച്ചിട്ടോ വയ്ക്കാതെ അങ്ങക്ക് പോകാം. ഇതെല്ലൊരു മടിയാന്ന്. അതിനോട് ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ മക്കളെന്ന് പറഞ്ഞാൽ അന്ന് യാസീനും തൈബതങ്ങൾ ഉണ്ടാക്കാം. ഇയാൾ ഉണ്ടെന്ന് എന്നോ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا പോവാ. ഇസ്മായിൽ അക്ബർ തങ്ങളെ മക്കാമില്ല. അപ്പോൾ നമ്മ രണ്ടാളോട് ഒത്ത് ഇയാളെ ബസ്സിന് കയറ്റി ഞമ്മൻ കയറാൻ പാടില്ല. അപ്പോൾ പോകാന്നിട്ട് ബസ്സിന് കാത്തുനിന്ന് കയറി. അയാൾ കയറി കഴിഞ്ഞ പാട് ടിക്കറ്റ് എടുത്ത് പോയിക്കോളെ അസ്സലാമു അലൈക്കും ഞമ്മ ഇങ്ങോട്ട് പോകും. മക്കാമിലേക്ക് വന്നിട്ട് തലക്ക് നേമടക്കി മതി. അയാളെ കയറ്റി ഇറക്കി. അന്ന് തങ്ങുണ്ടായിന ഇത്തരക്കാരൻ പറ്റൂല. അപ്പൊ തകല്ലുഫ് പോയി. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ തങ്ങൾ ബാങ്ക് കൊടുക്കുന്നതാണല്ലേ, നിങ്ങളെ ബാങ്ക് വിളിക്കലോ നമുക്ക് റാഹത്താക്കട്ടെ എന്നാ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ വല്ലാത്തൊരാവേശം. അള്ളാഹിലേക്കല്ലേ പോകുന്നു, അപ്പൊ റാഹത്താക്കുന്നു. ബഹുവൽ മുറാദ് ബിഖൗലി സഖത അന്നി തക്ലീഫ്. അതാ ചില ഔലിയാക്കളെ കലാമില് തക്ലീഫ് ഒഴിവായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തകല്ലുഫ് ഒഴിവായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ 1000 തഹ്ലീൽ ചെല്ലണമെന്ന് വെച്ചാൽ ഒരു പ്രയാസമില്ല. അതാ കലഫുൽ അഅമാലിൽ ഖൈരിയ്യത്തി വഫീലുഹാ ബിസിഖലിൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എങ്ങനെ? ഖൈറായ അഅമാലുകൾ വല്ലാണ്ട് ബുദ്ധിമുട്ടി എന്തെല്ലോ വിഷമങ്ങൾ സഹിച്ചിട്ട് ചെയ്യൽ ഒഴിവായി നല്ല റാഹത്തോടുകൂടി അല്ലാഹ് നമ്മളിത് നിർത്തിയില്ലേ, അത് 2 കൈയും കൊട്ടി സ്വീകരിക്കല്ലേ വേണ്ടത്. അത് അപാരത്ത്. അതുകൊണ്ട് നല്ല ഇൻഷിറാഹ് സദറോടുകൂടി റാഹത്തോടുകൂടി അതിനെ പ്രവർത്തിക്കും എന്നതാണ് അതിൻ്റെ അർത്ഥം. അള്ളാന്റെ തക്ലീഫ് പോയിന്നല്ല. വഖാല സയ്യിദുൽ ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതിനപ്പുറം എന്താ ഇബാറത്ത്? ലൻ യുഫാരിഖ സാരിഖുൽ വാസിലു എന്നല്ലേ. അത് ഏറാബിൽ പിഴവുണ്ട്, തങ്ങളെ കലാമിൽ പിഴവുണ്ടെന്നല്ല, ഏറാബിൽ ഹർക്കത്ത് കൊടുത്തില്ല. എന്തുകൊണ്ട്? ലൻ യുഫാരിഖാന്റെ മഫൂല് കിട്ടൂല. ഒന്ന് വേർപെടുക എന്ന ലൻ യുഫാരിഖാന്റെ മഫൂല് കിട്ടണ്ടേ? ഒരു ഫേല് വന്നാ ഫേലും വേണം ഫായിലും വേണ്ടേ, മഫൂല് കിട്ടൂല. അപ്പൊ അവിടെ എന്താക്കണം? സാലിക്കും വാസിലും തമ്മിൽ പിരിയൂല എന്നർത്ഥം കിട്ടണം.
അതിനർത്ഥം എന്താ തങ്ങൾക്ക് അറിയില്ല എന്നല്ല ഞാനീ പറഞ്ഞത്, അച്ചടി പിഴവാണെന്നാ പറയുന്നത്. അബ്ദുല്ലാഹി തങ്ങൾ ആരാ കുറവറിയാൻ വെച്ചാൽ ഒരു ചവിട്ടിയ മണ്ണ് നമ്മളെ മേത്തിടാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അത്ര വലിയ മർത്തവഞ്ഞ ആളാണ്. കണ്ടുമുട്ടിയെങ്കിലെ ഉള്ളംകാലം മുത്തണമെന്ന് വിചാരിച്ച് നിൽക്കുന്നില്ല. അതൊന്നല്ല ചർച്ച. വാസില് സാലിക്ക് രണ്ടും രണ്ടാണ്. സാലിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സുലൂക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന 1-ാം ക്ലാസ്സുകാരാണ്. പാസ്സായി സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിയിട്ട് രംഗത്ത് വന്ന ആളാണ് വാസില്. ഈ സാലിക്കും വാസിലും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് അവർ പറയുന്നു. അപ്പൊ ലൻ യുഫാരിക സാലിക്കു അൽ വാസില എന്ന് വായിക്കണം അവിടെ. അപ്പൊ അബ്ദുല്ലാഹി തങ്ങൾക്കെല്ലാം നമ്മൾ തിരുത്തുന്നത് അച്ചടിപ്പഴവിനോടാ തിരുത്തുന്നത്. സംഗതി തിരിച്ചാണ്. സാലിക്ക് വേറെ വാസില് വേറെ. പക്ഷെ അവർ വേറെ വിടുന്ന ഇടയാൽ രണ്ടാമത്തെ അമലുണ്ട്. സാലിക്കിന് കുറച്ച് പ്രയാസം സഹിച്ചിട്ടും മടിയോടുകൂടി മറ്റൊക്കെയാണ് എന്താക്കല്, പ്രവർത്തിക്കല്. വാസിലിന് നല്ല ആനന്ദത്തോടുകൂടി അല്ല ചെയ്ത നിയമത്തിനെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് നല്ല ലബ്ധത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. ആ തമ്മിൽ വ്യത്യാസം എന്ന് പറയും. അപ്പൊ സാലിക്കും നിക്കരിക്കും, വാസിലും നിക്കരിക്കും. പക്ഷെ മറ്റോന് കഴിഞ്ഞു. മറ്റവർക്ക് നിസ്കാരത്തിൽ പിരിയാൻ മനസ്സുണ്ടാവില്ല. അപ്പൊ സാലിക്കുന്നുള്ളത് പ്രാരംഭക്കാരനാണ്, വാസിൽ എന്നുള്ള മുന്തഹിയായ അറ്റം. അപ്പൊ അതെങ്ങനെ വായിക്കണം? സാലിക്ക് വാസിലിനോട് വേർപെടൂല. ഒരു കാര്യത്തിന് അയാളും 4 റക്അത്ത് നിസ്കരിക്കണം, ഇയാളും 4 റക്അത്ത് നിസ്കരിക്കണം. അയാളും 20 റക്അത്ത് റബയിക്കരിക്കണം, ഇയാളും 20 റക്അത്ത് നിസ്കരിക്കണം. നമ്മക്കെന്താക്കും? ഇന്നായത്തിനൊക്കെ 3 സൂറത്തിലേക്ക് ഓടിയേക്കാൻ 3 റക്അത്തിന്. ഖിറാഅത്ത് ആയത്തിനല്ലേ ഫത്തുൽ മുഈനിന്റെ ഒറ്റ ആയത്തോ അതില് എന്നിട്ടാണ് പോള തിന്നാന്. മഗ്‌രിബിന് പറമ്പെല്ലാം ആദ്യം ഒരു മുറിക്കലുണ്ടായിന്, പിന്നെ ഉറക്കലുണ്ടായിന്, പിന്നെ കാര്യം കഴിഞ്ഞപാട് പോയിട്ട് എന്തൊരു പോള തിന്നണ്ടേ ഞങ്ങളെ തുറക്കലില്ല. അപ്പൊ മുറിക്കല്, തുറക്കല്, നിറക്കൽ. 10 മണിക്കുള്ളിൽ 3 ജാതി ഭക്ഷണം കഴിച്ച്. പിന്നെ എല്ലാ കാര്യങ്ങളിലും ഒന്നും വ്യത്യാസമില്ല. ഇല്ലാ ഫി അംറൈനി, 2 കാര്യത്തിലല്ലാണ്ട്. എന്താണെന്നറിയോ? ഹുസൂറുൽ കശ്ഫി, ഈ ചെയ്യുന്ന അവസരത്തിൽ നല്ല കശ്ഫ്. അള്ളാഹിന്റെ മുനാജാത്തിലാണ് ഞാൻ നിൽക്കുന്നത്, അള്ളാഹിനെ കൺമുമ്പിൽ കാണുന്നു, ഞാൻ അവന്റെ ഹദറത്തിന് മുനാജാത്ത് ചെയ്യാണ് എന്നുള്ള ആ കശ്ഫിന്റെ ഹുസൂറുണ്ടല്ലോ. മറ്റ് സർദാടല്ലോ പോയിട്ട് നാട്ടം തിരിയലൊന്നുമില്ല. ഇതായിരിക്കുന്നുണ്ട് വാസിൽ 2, ആയിരിക്കില്ല സാലിക്കിനില്ല. വസ്താനി രണ്ടാമത്തതോ അൽ ഖിയാമു ബിൽ ഫറാഇദി വൻ നവാഫിൽ, ഫറായിദാവട്ടെ നവാഫിലാവട്ടെ മഖ്റൂനം ബിൽ ലദ്ദത്തി വറാഹ, ലദ്ദത്തോടുകൂടി റാഹത്തോടുകൂടി ചേർന്നുകൊണ്ടാണ് ആർക്ക്? വാസിലിന്റെ പ്രവർത്തനം. സാലിക്കിന് അതുണ്ടാവില്ല. എങ്ങനെങ്കിലും കുത്തിയും പറഞ്ഞൊന്നും ഒപ്പിക്കല് മാത്രം. സംഗതി ഈ വാർത്ത മനസ്സിലായില്ല? അതാ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അരിഹ്നാ ബിക യാ ബിലാൽ എന്ന് പറഞ്ഞില്ലേ? അതുപോലെ വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, എൻ്റെ കണ്ണ് കുളിർപ്പിക്കുന്ന അവസ്ഥ നമസ്കാരത്തിലാണെന്ന് തങ്ങൾ പറഞ്ഞില്ലേ? അതായിരിക്കും വാസിലിന്റെ ഹാലി. വസ്സാലിക്കു, അതാ ഇനി വ്യത്യാസം പറയുന്ന സാലിക്കോ യഖൂമു ബി വളായിഫിൽ ഉബൂദിയ്യത്തി, ഉബൂദിയ്യത്തിന്റെ വളായിഫ് കൊണ്ട് നിൽക്കും. മഅൽ മശഖത്തി വൽ മുജാഹദ, വലിയ മശക്കത്ത് സഹിച്ച് വലിയ മുജാഹദ ചെയ്താലേ ഒരു റക്അത്തെങ്കിലും നിസ്കരിക്കാനാവുള്ളൂ. വമൻ ഖാല ബിഗൈരി ഹാദാ, ഇതല്ലാത്ത അർത്ഥം ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലൈസ മിൻ അഹ്ലി തരീഖ്, അഹ്ലി തരീഖിൽപ്പെട്ട ആളെ അല്ല. ഇത് തക്ലീഫും വേറെയാണ്, തകല്ലുഫ് വേറെയാണെന്ന് മനസ്സിലാക്കണം. വലാ ഇൻദഹു ഖബറുൻ മിൻ അദ്ദൗഖി വത്തഹഖീഖ്, ഈ തസൗഫിനെ സംബന്ധിച്ച് ദൗഖും ഇല്ല തഹഖീഖും ഇല്ലാത്ത ആളായിരിക്കും അത്. وقال سيد الإمام محمد بن زيد الحبشي رضي الله عنه لا يقوم الباطن إلا بالظاهر, ബാത്തിനായ കാര്യം നിൽക്കൂല ബാഹിർ കൊണ്ടല്ലാതെ. ഇപ്പൊ ശരീരത്തിലൂടെ പ്രവർത്തിക്കണമെങ്കിൽ ജസദ് വേണം. ജസദ് ലാഹിറാണ്, ബാത്തിനേതാ റൂഹ്. റൂഹ് സ്വന്തം നിന്നിട്ട് ഇവിടെ പണിയെടുക്കൂല. അതാണ് വലൽ ഹഖീഖത്ത് ബിശ്ശരീഅ ഇല്ലാ ബിശ്ശരീഅ നടത്തി കത്തിക്കുന്നത്. ഹഖീഖത്ത് ബാത്തിനാണ്, അതിനെന്താകണം? ശരീഅത്താകുന്ന ജസദ് കൂടാണ്ട് കഴിയില്ല. കമാ അന്നൽ ബിനാ ലാ യഖൂമു ഇല്ലാ അലാ അസാസിൻ, ഒരു കെട്ടിടം നിലനിൽക്കണമെങ്കിൽ ഒരു അടിത്തറ വേണ്ടേ? വലാ യുബ്നാ ഇല്ലാ അലൈഹി, നല്ലൊരു അടിത്തറ മേലല്ലേ കെട്ടിടം എടുക്കല്.
വല്ലാഹിറു ലറൂറത്തുൽ ബാത്തിൻ, അതുകൊണ്ട് ലാഹിർ എന്നുള്ളത് ബാത്തിനിന്റെ ലറൂറത്താണ്. അപ്പൊ നിങ്ങൾ എന്ത് വേണമെങ്കിലും ശരിയത്താകുന്ന ലാഹിറില്ലാത്ത കാലത്തോളം ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അടിത്തറ ഉറപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരാൾ കെട്ടിടം പണിതാൽ ലം തസ്ലം ലഹു, അത് ശരിയാവില്ലല്ലോ. അങ്ങനെ മനസ്സിലായ? അതുകൊണ്ട് ബാത്തിനെ സംബന്ധിച്ച് കഷജറത്തിൽ സമറത്തി, പഴത്തിന്റെ മരം പോലെയാണ്. നമുക്ക് പഴയ കൊണ്ടും മരം വേണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും സൂഫിയത്ത് നടിക്കുന്ന ചില ആളുകൾ വഞ്ചിതരായിട്ടുണ്ട്. ഇപ്പോ ഇതാ നാദാഹുൽ ഹഖ് ബിശൈഇ സമറാത്തി സുലൂക്കി, സുലൂക്കിന്റെ സമറാത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിപ്പോയി, ഹക്കിന്റെ വക്കുന്നു എല്ലാം കിട്ടിപ്പോയി, ഞാനാരായി ഖുതുബുൽ അല്ല ഈ മദീസ നിങ്ങളെ പദവിയിൽ എത്തിയെന്ന്. ഇവനിക്ക് പ്രോത്സാഹനത്തിന് വേണ്ടി ഓട്ടയാട്ടം കൊടുത്തിട്ടുണ്ടാവും. ചിലർക്ക് ഒന്നും കിട്ടാഞ്ഞാൽ നിരാശപ്പെട്ടു പോകുന്ന ആളുണ്ട്. ഈ രണ്ടും ഇപ്രാത്തും തഫരീത്തും. എത്ര കാലം ചെല്ലിപ്പാട് ഇപ്പൊ ഒന്നും കിട്ടിയിട്ടാണെന്നില്ല, അത് നിരാശയാണ്. അപ്പൊ എന്താ ഈ കിട്ടാൻ വേണ്ടിയ ഭാഗത്തെടുത്തുന്നു, അതുകൊണ്ടല്ല നിരാശ വരുന്നത്. പള്ളിയിൽ രാത്രി പോയപ്പോ ചീരണിയില്ലെങ്കിൽ നിരാശ, ചീരണിയും കൂടി നിങ്ങളെ കസ്തിലുണ്ടായത് കൊണ്ടല്ലേ. ചിലപ്പോൾ എന്താകും, രുചി നോക്കാൻ വേണ്ടി അള്ളാഹു തആല ചില അവസരത്തിന്റെ ഫഹദ തുറന്നു കൊടുത്താൽ ഞാൻ വലിയ മർത്തബ എത്തിപ്പോയി എന്നും പേര്, അതങ്ങനെ അതും തെറ്റിപ്പോയി. വഖാല ഹാദാ ഹുവൽ മഖ്സൂദ്, എന്നിട്ടോ മഖ്സൂദായല്ലോ നാം പറയുന്നു. വഖതഅ ശജറത്തുൽ അഅമാൽ, അഅമാലാകുന്ന മരം മുറിച്ചു കളഞ്ഞ് ഇസ്തിഗ്നാം ബിസ്സമറത്തി, സമറത്ത് കൊണ്ട് മതിയാക്കാനിൽ മുസ്മിരി, പഴം കായ്ക്കുന്ന മരം ഒഴിവാക്കിയിട്ട് പഴങ്ങ് തിന്നാൽ എന്തായി, അത് തീർന്നില്ലേ, പിന്നെ കായ്ക്കാനല്ലേ. ബാദ ഫബാത്തിൽ മുസ്മിർ, മുസ്മിറും തീർന്നുപോയി. ഫയമൂത്ത് സാഹിബുഹു ജൂഅൻ, അപ്പൊ ബശപ്പാൽ മരിക്കും. ഒരു മിസാൽ പറഞ്ഞത്. ഇനി വമിമ്മാ, അതും കൂടെ തീർന്നേ. വമിമ്മാ ഖീല ഫീ തഫ്സീരിൽ യഖീൻ, യഖീൻ എന്ന് പറഞ്ഞതിന്റെ തഫ്സീരിൽ പറയപ്പെട്ടിട്ടുണ്ട്. ഫീ ഖൗലിഹി തആല വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അപ്പൊ എന്താ, ഈ ഇബാദത്തിന്റെ പരിധി വെച്ചിട്ടുണ്ട്, യഖീൻ പറ്റേക്കെന്നാ പറയുന്നത്. എന്താ യഖീന്? മാ ഖാലഹുൽ ഹബീബു അഹ്മദ് ബിൻ ഹസൻ അൽ അത്താസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഖ്തലഫ അഹ്ലുൽ ലാഹിരി വ അഹ്ലുൽ ബാത്തിൻ, ലാഹിറിന്റെ അഹലുകാരും ബാത്തിനിന്റെ അഹലുകാരും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫീ മാന ഹാദിഹിൽ ആയ, ഈ ആയത്തിന്റെ മഅനയിൽ എന്താ? ഫമ്മ അഹ്ലുൽ ലാഹിർ പറഞ്ഞു, വൽ മുതഖയ്യിദൂന ബിൽ ലവാഹിറിൽ അൽഫാദി ഫൽ മുറാദു ഫഖാലു അൽ മുറാദു ബിൽ യഖീനി ഹുനാ അൽ മൗത്ത്. ഇവിടെ യഖീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൗത്താകുന്നു എന്ന് പറഞ്ഞു, മരിക്കുന്നവരെ. വഅഹ്ലുല്ലാഹി യഖൂലൂന, ആരാണ് ബാത്തിൻഹലുകാർ? അൽ യഖീനു എന്ന് പറഞ്ഞാൽ ഹുന അൽ ഫത്ഹു വൽ മഅരിഫ എന്നാണ്, ഫത്ഹ് മഅരിഫ. അപ്പൊ ഫഖീല ലഹു ഫഇദാ ജാഅഹുൽ യഖീനു, അപ്പൊ യഖീൻ വന്നാൽ ഖാല അബദല്ലാഹ അലാ ഹഖിൻ വ യഖീനിൻ വ ബസീറത്തിൻ വ നൂരിൻ വ മഅരിഫ. ഫത്ഹ് വന്നാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, നല്ല മാധുര്യത്തോടുകൂടി, നല്ല യഖീനോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി ഇബാദത്തിൽ കൂടുതൽ മുഴുവനായി. മറ്റൊരു നൗമിനത്തക്കല്ലോ പാടുപെട്ടിട്ടാണ്. അപ്പൊ രണ്ടു പ്രകാരം വച്ചാലും ഇബാദത്ത് കൈശലാവുന്ന വരില്ല. ഹികായത്തുൻ ഹുക്കിയാനുൽ ഇമാമി സയ്യിദി അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹു തൊട്ട് പറഞ്ഞ വാഖിയത്തുൻ വഖഅത് ലഹു മഅ ശൈത്താൻ, ശൈത്താനുമായി കണ്ടുമുട്ടിയ അവസരത്തിൽ ഉണ്ടായ വാഖിയത്താണ്. വദാലിക അന്നഹു റആ ഫീ ബഅദി സിയാഹത്തിഹി നൂറൻ, ചില യാത്രയിൽ നൂറ് കണ്ട്. ഖദ് മലഅൽ ലുഫഖ, ആ പ്രദേശം മുഴുവനും നിറച്ചിട്ടുണ്ട്. വഫീഹി സൗത്തുൻ, അതിലൊരു ശബ്ദം കേൾക്കുന്നു. യാ അബ്ദുൽ ഖാദിർ അന റബ്ബുക്, അബ്ദുൽ ഖാദിർ ഞാൻ റബ്ബാണ്. കണ്ടാ? എന്നിട്ടോ കഥ അസ്കത്വം എങ്കൽക്ക് എല്ലാ തക്കാലീഫും നീ ഒഴിവാക്കി തന്നിരിക്കുന്നു. മൂപ്പരോട് പറഞ്ഞതാണ്. ഫഖാല ശൈഖ് ഖദബത യാ ലഈൻ, ലഈനെ നീ പറഞ്ഞത് കളപാടാന്ന് തിരിച്ചടിച്ച്. വഅറദ അൻഹു, ആ വാക്ക് മൂപ്പർ കേട്ടില്ല.
ഫലം യസൽ ദാലിക്കൻ നൂറ് നോക്കുമ്പോൾ ആ നൂറ് പോയിട്ട് യദ്മഹില്ലു അതങ്ങനെ പോയി ഹത്താ ബർദ മിൻഹുൽ മൽഊനത അതിൽ കൂടി വെളിപ്പെടുന്നു. ഇബ്ലീസേ വഖാല ലിസയ്യിദി ശൈഖിനോട് പറഞ്ഞു ഇന്നക ഖദ് സുബ്ബിത്ത എന്ന് വായിക്കണം. ശബ്ദ അതായത് മുഖാത്തബിന്റെ താഴുണ്ടാവും. സബത്താക്ക് എന്തുണ്ട് ഒരു തായില്ലേ ലാമുൽ ഫെയില് അതിനൊക്കെ മുഖാത്തബിന്റെ താങ്കളുടെ സുബ്ബിത്ത നിങ്ങൾ എന്താക്കി സുബൂത്താക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു പടവും പറ്റിയില്ല. വഖദ് ഫതൻതു ഖബലക 70 മിൻ അഹ്ലി തരീഖിൻ അഹ്ൽ കാണപ്പെട്ട 70 ആളെ ഞാൻ പറ്റിച്ചിട്ടാ വരുന്നതാണ്. നിങ്ങളെ മുമ്പിൽ നടന്നില്ല. ഇബ്ലീസ് അവരെ ചതിപ്പാനായി ചെന്നാരേ ഇബ്ലീസെ ചാറ്റിക്കെടുത്തി അയച്ചോവർ. ഇനി അവിടെ നിൽക്കട്ടെ. അതും കൂടെ അതാൻ അള്ളാഹു തആല രണ്ട് തൗഫീഖ് ഉണ്ട്. 1 2 മറ്റ് വെറുതെ ഇരിക്കുന്നതിന് ഇനി സഹാബത്ത് എന്ത് പറഞ്ഞു, താബിഈങ്ങൾ എന്ത് പറഞ്ഞു, ഔലിയാക്കൾ എന്ത് പറഞ്ഞു, അതൊക്കെ പറയും ഓരോ നേതാക്കന്മാർ പറ്റി. അത്രയുള്ളെങ്കിലും വല്ലാണ്ട് നീണ്ടുപോകും. എന്നാൽ 2-ാം വർഷത്തിലേക്ക് കിടക്കാനേ 3 പേജുണ്ടല്ലോ. എന്താ നിങ്ങൾ പറയുന്നത്?